നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അനാട്ടമിയാണ് പഠിക്കുന്നത്. അപ്പൊ അനാട്ടമി ഫിസിയോളജി എങ്ങനെയാണ് യോഗയിൽ നമ്മുടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു യോഗ പാത്തിൽ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് നോക്കാം. അപ്പൊ ഹ്യൂമൻ ബോഡിയെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. What do you mean by system of human body? എന്താണ് സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബോഡി എന്നൊരു ചോദ്യം. എന്താണ് സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബോഡി? ഒരു വണ്ടർഫുൾ ഇൻസ്ട്രുമെന്റ് ആണ്. അത് എന്തൊക്കെ ചേർന്നിട്ടുണ്ട് നമുക്കറിയാം. സെല്ല്, ടിഷ്യൂസ്, ഓർഗൻസ് എല്ലാം കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ് ഹ്യൂമൻ ബോഡി. ക്ലിയർ ആയിട്ട് നമ്മൾ പലയിടത്തും കണ്ടതാണതെല്ലാം. സെൽ എന്താണെന്നോ നമുക്ക് അത്ര ഡീപ്പിലൂടെ പോകണ്ട. വാട്ട് ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ബോഡി? ഒരു ബോഡിയുടെ ബേസിക് യൂണിറ്റ് എന്താണ്? ഇവൻ നമ്മുടെ എന്ത് ഭാഗം എടുത്താലും സെല്ലാണ് ബേസിക് ആയിട്ടുള്ള ബോഡി. സെൽ. അപ്പൊ യൂണിറ്റ്, ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ല്. വാട്ട് ഈസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ദ സിസ്റ്റം? നമ്മളുടെ ഹ്യൂമൻ ബോഡിയുടെ സിസ്റ്റത്തിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആദ്യം വരുന്നത് സെല്ല്. സെല്ലുകൾ കൂടി ചേർന്നാൽ ടിഷ്യൂ കമ്പൈൻ ചെയ്താൽ ഓർഗനിൽ നിന്ന് പോകുമ്പോൾ സിസ്റ്റം, പലതരം സിസ്റ്റങ്ങളുണ്ട്, പിന്നെ ബോഡി. ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒഴുക്ക്. സെല്ല്, ടിഷ്യൂ, ഓർഗൻ, സിസ്റ്റം, ബോഡി എന്നിവയാണ്. നെക്സ്റ്റ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിസ്റ്റംസ്? എത്ര എണ്ണം ഉണ്ട്? എത്ര അന്തരായങ്ങളുണ്ട്? പണ്ട് പഠിച്ചിട്ടില്ല അന്തരായങ്ങളുടെ എണ്ണം എത്രയാണ്? പാതഞ്ജലി യോഗസൂത്രത്തില് തടസ്സങ്ങൾ 9 അന്തരായങ്ങൾ എന്ന് പറയുന്ന പോലെ ഒരു 9 സംഖ്യ ഇവിടെയും കിട്ടും. നമ്മുടെ സിസ്റ്റങ്ങൾ 9 സിസ്റ്റമാണുള്ളത്. ചുമ്മാ സംഖ്യകളൊക്കെ ക്ലബ് ചെയ്യാണ് ഓർമ്മ നിൽക്കാൻ വേണ്ടി. 9 സിസ്റ്റങ്ങളുണ്ട് തമ്മിൽ. എത്ര സിസ്റ്റമാണ്? 9 സിസ്റ്റങ്ങളുണ്ട്. ക്ലിയർ. സ്കെലിറ്റൽ സിസ്റ്റം, മസ്കുലാർ സിസ്റ്റം. സ്കെലിറ്റൽ സിസ്റ്റം ആണ് നമുക്ക് സ്ട്രക്ചറും ആ ഒരു റിജിഡിറ്റി ഒക്കെ നൽകുന്നത്. മസ്കുലാർ സിസ്റ്റം മൂവ്മെന്റിന് സഹായിക്കുന്നു. നെർവ് സിസ്റ്റം ഇമ്പൾസുകളും മറ്റു കാര്യങ്ങളും അതിലൂടെ പാസ് ചെയ്യുന്നു. റെസ്പോൺസ്. എൻഡോക്രൈൻ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം ശ്വസനം, സർക്കുലേറ്ററി അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം. സർക്കുലേറ്ററി ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെന്ത് വിളിക്കും? കാർഡിയോ വാസ്കുലാർ സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനം. ഡൈജഷൻ നടന്നാൽ വേസ്റ്റ് വരും. എക്സ്ക്രിയേറ്ററി സിസ്റ്റം. ലാസ്റ്റ് വൺ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഏറ്റവും അവസാനം റീപ്രൊഡക്റ്റീവ് വരുന്നത്. ഒരു ഹ്യൂമൻ ബീങ്ങിന് ലിവിങ് ചെയ്യുന്നതിന് റീപ്രൊഡക്ഷൻ ഒന്നും ആവശ്യമൊന്നുമില്ല. അയാൾക്ക് ജീവിക്കുന്നതിന് റീപ്രൊഡക്ഷന്റെ ആവശ്യമില്ല. പക്ഷേ നെക്സ്റ്റ് തലമുറ വരുന്നതിന് റീപ്രൊഡക്ഷൻ അത്യാവശ്യമാണ്. ക്ലിയർ. അയാൾ എന്തൊക്കെയാണോ സ്വരൂപിച്ചത് അതെല്ലാം അതിനകത്ത് എൻക്രിപ്റ്റ് ആകും. ആ നോളജ് ആണ് അടുത്ത തലമുറയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പൊ അടുത്ത തലമുറയുടെ ബോഡി ഉണ്ടാകുമ്പോൾ അതിനെ പറ്റിയ ബോഡി ഉണ്ടാവും. അതിനെ പറ്റിയ ഒരു ആത്മാവ് വന്ന് അതിലോട്ട് ചേരും, ആടാകും. ആത്മാവിന്റെ സൂക്ഷ്മ ശരീരത്തിലുള്ള എല്ലാ ഗുണങ്ങളും അതിനുണ്ടാവുകയും ചെയ്യും. ലാസ്റ്റിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്കെലിറ്റൽ സിസ്റ്റം? എന്തൊക്കെയാണ് സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷനുകൾ? എന്തൊക്കെയാണ് നൽകുന്നത്? ഷേപ്പ് ഓഫ് ദ ബോഡിക്ക് ഒരു ഷേപ്പ്. അതുകൊണ്ട് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിലെ എല്ലും മൂക്കിന്റെ എല്ലും ഇവിടെയൊക്കെ വളരുന്നോണ്ടാ നമ്മുടെ ലുക്ക് എല്ലാം മാറുന്നു. വളരെ കുട്ടിക്കാലത്തെ രസമായിരുന്നു നമ്മളെ കാണാൻ. വളരെ സുന്ദരന്മാരും സുന്ദരികളുമായിരുന്നു. പ്രായമായപ്പോൾ കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് മാറി. ഇതാണ് സംഭവിച്ചത്. അത് എല്ലൊക്കെ കൂടുതൽ വളരുന്നു. പല്ലിന്റെ ഘടന. ഷേപ്പ് ഓഫ് ദ ബോഡി പ്രൊട്ടക്ട്സ് ഇന്റേണൽ ഓർഗനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഹൃദയം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊരു പെട്ടിക്കൂടിനകത്തായിട്ടേക്കുന്നത്. അതുപോലെ ഓരോ കാര്യങ്ങൾ, ഇന്റേണൽ ഓർഗൻസ് എല്ലാം പ്രൊഡ്യൂസ് ബ്ലഡ് സെല്ല്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ ബ്ലഡ് സെല്ലുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? സ്കെലിറ്റൽ സിസ്റ്റം. സ്കെലിറ്റൽ സിസ്റ്റത്തിനുള്ളിലാണ്, അതിന്റെ ബോൺ മാരോയിലാണ് ഇത് ഉണ്ടാകുന്നത്. ആൻഡ് ഹെൽപ്പ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ദ ബോഡി വർക്കിംഗ് വിത്ത് മസ്കുലാർ സിസ്റ്റം. മസ്കുലാർ സിസ്റ്റവുമായി ഒന്നിച്ചു ചേർന്നുകൊണ്ട് മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, ഹൗ മെനി ബോൺസ് ആർ ദർ ഇൻ എ ഹ്യൂമൻ ബോഡി? എത്രമാത്രം ബോണുകളുണ്ട് ഹ്യൂമൻ ബോഡിയിൽ? ഹ്യൂമൻ ബോഡിയിൽ 206, 206 ബോണുകളുണ്ട്. ഏറ്റവും ചെറിയ ബോൺ ഏതാ? സ്മാൾ ബോണ്. സ്മാളിന്റെ സ്പെല്ലിംഗ് എസ്സിലാ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ എസ്സിൽ തന്നെ ഉണ്ട് സ്റ്റെപ്പീസ്. ചെവിക്കകത്തുള്ളതാണ്. സ്റ്റെപ്പീസ് ഇൻകസ് മാലിയസ് ഇൻകസ് സ്റ്റെപ്പീസ്. അതിലെ സ്റ്റേപ്പീസ് ആണ് ഏറ്റവും ചെറിയ ബോണ്. ഏറ്റവും വലുത് ഏതായിരിക്കും? തുടയിലെ ഫീമർ. ക്ലിയർ.
ഹ്യൂമർ വരുമ്പോൾ, ചിരി വരുമ്പോൾ ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കുന്നത് കൈയായിട്ട് ഇവിടുത്തെ ഹ്യൂമർ, അത് ഹ്യൂമർ. തുടയിലെ ഒറ്റയില് ഫീമർ. സ്പെല്ലിംഗ് എഫ് ആണ് കേട്ടോ. വാട്ട് ഈസ് ബോൺ മേഡപ്പ് ഓഫ്? ബോൺ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ബോൺ സെല്ലുകളാണ്. സെല്ലുകൾ എന്തൊക്കെയുണ്ട്? ബോൺ സെല്ലുകൾ എന്തൊക്കെയുണ്ട്? കാൽസ്യം ഉണ്ട്. ബോൺ ഈസ് മേഡപ്പ് ഓഫ് സെല്ലുകളാണ്. ആ സെല്ലുകളിൽ കാൽസ്യം ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, ഫൈബറുകളുണ്ട്, പ്രോട്ടീൻസ് ആൻഡ് അതർ മിനറൽസ്. ഇവയൊക്കെ ചേർന്ന കാൽസ്യവും ഫോസ്ഫേറ്റും ഫൈബറും പ്രോട്ടീനും മിനറൽസും ചേർന്ന സെല്ലുകൾ കൂടി ചേർന്നാണ് ബോൺ ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ഈസ് ജോയിന്റ്? എന്താണ് ജോയിന്റ്? ജോയിന്റ് എന്ന് പലരും പറഞ്ഞു കേട്ടു. ജോയിന്റ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് പോയിന്റ് ആണ്. മീറ്റിംഗ് പോയിന്റ് ആണ് ജോയിന്റ്. ജോയിന്റ് ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ടു ബോൺസ് വിത്ത് കാർട്ടിലേജ്. ബോണില്, അതായത് ബോണിന് അറ്റത്തോട്ട് വരുമ്പോൾ കട്ടി കുറഞ്ഞ തരുണാസ്ഥികളുണ്ട്. സ്രാവിന്റെ അസ്ഥി തരുണാസ്ഥിയാണ്. നമ്മളുടെ തന്നെ അസ്ഥിയില് കട്ടി കുറഞ്ഞ ഭാഗങ്ങളുണ്ട്, തരുണാസ്ഥികൾ. അപ്പൊ കട്ടി കുറഞ്ഞ അസ്ഥിഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ രണ്ട് ബോണുകളെ ഒന്നിപ്പിക്കുന്നു. ആ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ്. അതിനെ ജോയിൻ ചെയ്യുന്നതാണ് ജോയിന്റുകൾ. അപ്പൊ എന്തിനെയൊക്കെ? കാർട്ടിലേജിനെയും ലിഗമെന്റുകളെയും ടെൻഡനുകളെയും, ടെൻഡനുകളെ കെട്ടിയിട്ടേക്കുന്ന നാരുകളും, ആൻഡ് സൈനോവിയൽ ഫ്ലൂയിഡ്. സൈനോവിയൽ ഫ്ലൂയിഡിന്റെ അപര്യാപ്തത മൂലം മുട്ട് തേയ്മാനം, മുട്ടിൽ ഫ്ലൂയിഡ് ഇല്ല, ഭയങ്കര വേദനയാണെന്നൊക്കെ പറയും. അതൊക്കെ യോഗയിലൂടെ വളരെ നന്നായിട്ട് പരിഹരിക്കാൻ പറ്റും. ഓക്കെ, സൈനോവിയൽ ഫ്ലൂയിഡ്. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ആർ ദ മേജർ ബോൺസ് ഇൻ എ ഹ്യൂമൻ ബോഡി? ഏതൊക്കെയാണ് മേജർ ബോണുകൾ? സ്കൾ ബോണുകൾ, സ്കള്ളിലുള്ള ബോണുകൾ മേജർ ബോണാണ്. ടീത്തുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബോണുകൾ. സ്റ്റേർണം നെഞ്ചിലുള്ളത്. വെർട്ടിബ്രൽ കോളം, റിബ്സ് ആൻഡ് ജോയിന്റുകൾ. ഇവയൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഹ്യൂമൻ ബോഡിയിലെ ബോണുകൾ. നമുക്ക് നോക്കാം ഇനി ബോണുകൾ ഏതൊക്കെയാണ്. നെയിം ദ ബോൺസ് ഇൻ ഹാൻഡ്. കയ്യിലെ ബോണുകൾ ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞു ചിരി വരുമ്പോ കുലുങ്ങിച്ചിരിക്കും അല്ലെ? അപ്പൊ ഈ ഭാഗവും കൂടെ കിടന്നാലും ഈ ഭാഗത്തുള്ള ബോണിന്റെ പേരെന്താ? ഒറ്റൊരു ബോണേ ഉള്ളൂ ഇതിനകത്ത്, ബൈസപ്സിനകത്തുള്ളത്. അതിന്റെ പേര് ഹ്യൂമറസ്. HUMERUS, ഹ്യൂമറസ്. നെക്സ്റ്റ്, രണ്ട് ബോണുകൾ. ഇവിടെ രണ്ടെണ്ണം. ഈ മൂവ്മെന്റ് നമ്മളിങ്ങനെ മൂവ് ചെയ്തല്ലേ, ഈ മൂവ്മെന്റ് ഇവിടെ ഒരെണ്ണം മൂവ് ചെയ്ത് രണ്ടെണ്ണം ഉണ്ട്. അത് റേഡിയസും അൾനയും. അൾന ആൻഡ് റേഡിയസ് അൾന. നെക്സ്റ്റ്, കാർപ്പലുകൾ. മണിബന്ധത്തിൽ ഇങ്ങോട്ട് കാർപ്പലുകൾ എന്ന് പറയും. കാർപ്പൽ. അപ്പോൾ കയ്യിലുള്ളത് കാർപ്പലാണെങ്കിൽ അതേപോലെ കാലിന്റെ ഭാഗത്ത് എന്തായിരിക്കും? കാലിന് ടോയ് എന്നല്ലേ പറയുന്നത്? അപ്പൊ ടീല് തുടങ്ങാം. ടാർസലുകൾ. കാലില് ടാർസലുകൾ, കയ്യില് കാർപ്പലുകൾ. ക്ലിയർ? ഇനി കാർപ്പലിനോട് ചേർന്ന് നിൽക്കാന്ന മെറ്റാന്നാ ഒരു ടൈം പറയുന്നത്. മെറ്റാകാർപ്പലുകൾ. പിന്നെ കൈ വിരലുകളിലെ വിളിക്കുന്നവര് ഫലാഞ്ചസ്. ഫലമൂലാദികളൊക്കെ എടുക്കുന്ന കൈകൾ കൊണ്ടല്ലേ, വിരൽ കൊണ്ടല്ലേ? ഫലാഞ്ചസ്. PHLANGES. ഇനി ലെഗിൽ ഏതൊക്കെയാണ്? ഇപ്പൊ കയ്യിൽ ഇവിടെ ഹ്യൂമർ ഉണ്ടെന്ന് പറഞ്ഞു, ഒരെണ്ണം ഹ്യൂമർ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ തുടയിലെ ഏതാ? ഫീമർ. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ എല്ല്. ഇപ്പൊ ഫീമർ പറഞ്ഞു. ഇനി കയ്യുടെ ഈ ഭാഗം പോലെ തന്നെ കാലിനും ഉണ്ടല്ലോ ഒരു ഭാഗം, ഇങ്ങനെ ചലിക്കുന്ന ഭാഗം, മുട്ടിന് താഴോട്ട്. അവിടെ ടിബിയ ഫിബുല. മറ്റേത് റേഡിയസും അൾനയായിരുന്നു, ഇവിടെ ടിബിയ ഫിബുല. കാർപ്പലിന് പകരം കാലിൽ എന്താ? ടോയിൽ എന്താ? ടാർസലുകൾ. TARSALS. മെറ്റാടാർസൽസ് ആൻഡ് ഫലാഞ്ചസ് തന്നെ. കാൽവിരലിനും ഫലാഞ്ചസ്. നെയിം ദ സ്മാളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. എപ്പോഴും പറയുന്ന സ്റ്റെപ്പീസ്. ചെവിയിൽ 3 എണ്ണം ഉണ്ട് മെയിൻ ആയിട്ട് എല്ലുകള്. മാലിയസ്, ഇൻകസ്, സ്റ്റെപ്പിയസ്. ക്ലിയർ? അത് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ഇയർ, ചെവിക്കുള്ളിലാണ്. നെയിം ദ ലോങ്സ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. തൈ ബോൺ അല്ലെങ്കിൽ ഫീമർ. FEMUR. നെയിം ദ ഓൺലി ലോങ്സ്റ്റ് ഹൊറിസോണ്ടൽ ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹൊറിസോണ്ടൽ ആയിട്ട് തുടയിലെ എല്ലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എല്ല് ഏതാണ്? നമ്മുടെ തോളല്ലയോ ഹൊറിസോണ്ടൽ ആയിട്ട് ഇരിക്കുന്നത്? അതിനെ ക്ലാവിക്കിൾസ് എന്ന് പറയും. നമ്മൾ ക്ലാവിക്കുലാർ ബ്രീത്തിങ് ചെയ്യത്തില്ലേ? ഫുൾ യോഗിക് ബ്രീത്തിങ്ങില് നമ്മൾ അബ്ഡമനിൽ ശ്വാസം എടുത്തു നിറയ്ക്കുന്നു, കാർഡിയാക്കില് ശ്വാസം നിറയ്ക്കുന്നു. കാർഡിയാക് ബ്രീത്തിങ്
നെക്സ്റ്റ് ക്ലാവിക്കുലാർ ബ്രീത്തിങ്. ഇപ്പൊ ക്ലാവിക്കിൾസ് ഉയർത്തും. അപ്പം ഫുൾ യോഗിക് ബ്രീത്തിങ് എന്നാവും. ഫുൾ യോഗിക് ബ്രീത്തിങ്ങിൽ ക്ലാവിക്കിൾസ് ഉയർത്തും. അതേ ക്ലാവിക്കുലാർ ബോൺ ആണ് ഹോറിസോണ്ടൽ ആയിട്ടുള്ള ബോണിന് ഉദാഹരണം. അതിൽ 2 കോളർ ബോൺ ഉണ്ട്, 2 കോളർ ബോണുകളുണ്ട്. ആർ ദ ഓൺലി ലോങ്സ്റ്റ് ബോൺ ലൈസ് ഹൊറിസോണ്ടലി. ഹൊറിസോണ്ടലി ഉള്ള ഏറ്റവും വലിയ ബോണുകളാണ്. വേറെ ചില ബോണുകളൊക്കെ ഹൊറിസോണ്ടലി ഉണ്ട്, പക്ഷെ അത് ലോങ്സ്റ്റ് അല്ല, ചെറുതാണ്. ഇത് വലുതാണ്. നെക്സ്റ്റ്, വിച്ച് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെന്റ് ഓഫ് ബോഡി പാർട്ട്? ബോഡി പാർട്ടിന് കാരണമാകുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിസ്റ്റം ഏതാണ്? ബോഡി പാർട്ടിന് മൂവ്മെന്റ് നൽകുന്ന ആരാണ്? മൂവ്മെന്റിന് എമ്മിലുണ്ട് മസ്കുലാർ സിസ്റ്റം. ഹൗ ഡു മസിൽസ് മേഡ് ഓഫ്? എങ്ങനെയാണ് മസിൽസ് നിർമ്മിച്ചിരിക്കുന്നത്? മസിൽസ് ആർ മേഡ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഫൈബർ. ഫൈബറുകളുടെ ഒരു ബണ്ടിലാണ്. വിച്ച് ആർ പ്രോട്ടീനുകളാണ്. ഇവിടുത്തെ ഇത് ബൈസെപ്സ് എന്ന് പറയും. അപ്പൊ ഈ മസില് ഒരു ബണ്ടിലാണ്, ബണ്ടിൽ ഓഫ് മസിൽസ്. ആ മസിൽസിനകത്ത് 2 അറ്റങ്ങൾ ഇങ്ങനെ ഇരിക്കും. ഇവിടെ വീർത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇങ്ങനെ ചെയ്യണം. അപ്പൊ അതിനകത്ത് കീറി വരും. ആ കീറലുകൾക്കുള്ളില് പ്രോട്ടീൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മസിൽ പെരുത്ത് വലിയ ബെസ്റ്റായിട്ട്. ബോഡി, അന്നമയ കോശത്തിൽ മാത്രം ബുദ്ധി ഉറച്ചവർക്ക് ബോഡി കാണുമ്പോൾ അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ. ഹൗ ഡു ദ ബോഡി പാർട്സ് എനേബിൾ ടു മൂവ്? എങ്ങനെയാണ് ബോഡി പാർട്ടിന് മൂവ്മെന്റ് സംഭവിക്കുന്നത്? മസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒന്ന് മസിൽ കൺട്രാക്ഷൻ ഉണ്ട്, പിന്നെ എക്സ്പാൻഷൻ ഉണ്ട്. കൺട്രാക്ഷനും എക്സ്പാൻഷനുമാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ബോഡിയിൽ മൂവ്മെന്റ് സാധ്യമാകുന്നത്. അപ്പോൾ കൺട്രാക്ഷനും എക്സ്പാൻഷനും എന്തിനാ? മസിലിൽ തന്നെ ടിഷ്യൂവിനാണ് സംഭവിക്കുന്നത്. മസിലുകൾ നിർമ്മിച്ചിരിക്കുന്ന ടിഷ്യൂസിന്റെ ലെയറുകളുണ്ട്. ടിഷ്യൂസിന് കൺട്രാക്ഷനും ഇലോങ്ങേഷനും സംഭവിക്കുമ്പോൾ മസിൽ മുഴുവൻ വർക്ക് ചെയ്യുന്നു. ബോഡി മൂവ് ചെയ്യുന്നു. ഏതൊക്കെയാണ് 3 തരത്തിലുള്ള അതായത് മസിൽസ് ഏതൊക്കെയാണ് ബോഡിയിലുള്ള? ഓക്കെ, ഏതൊക്കെയാണ്? ഒന്നാമത്തെ മസിലിന്റെ പേരാണ് വോളണ്ടറി മസിൽ. ഏതാണ്? വോളണ്ടറി മസിൽ. ക്യാൻ മൂവ് അക്കോർഡിംഗ് ടു അവർ വിൽ. നമ്മുടെ വിൽ പവർ അനുസരിച്ച് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നതാണ് വോളണ്ടറി മസിൽ. വോളണ്ടറി മസിൽ. ക്ലിയർ? നമുക്ക് വിൽ പവർ, നമ്മുടെ വിൽ പവറിൽ നിൽക്കുന്നതാണ് വോളണ്ടറി. എക്സാമ്പിള് ആം, ലെഗ്. കൈയുടെയും ലെഗിന്റെയുമാണ് ഏതൊക്കെ? വോളണ്ടറി മസിൽ ഉദാഹരണമാണ് കൈയും ലെഗും. കൈയും കാലും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളോട്ട് ചലിപ്പിക്കാം, അത് വോളണ്ടറി മസിലാണ്. ക്ലിയർ? അതേപോലെ എക്സാമ്പിൾസ് ചോദിക്കും. ഇനി ഇൻവോളണ്ടറി മസിലുകൾ. കാൺ മൂവ് അക്കോർഡിംഗ് ടു അവർ വിൽ. നമ്മുടെ ആഗ്രഹപ്രകാരം നമുക്ക് അതിനെ മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദേ ആർ ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ബൈ ദ നെർവ് സിസ്റ്റം. കൂടുതലായിട്ടും നെർവ് സിസ്റ്റത്തിലാണ്, അതായത് നമ്മളുടെ താഴത്തെ ഭാഗം, ലോവർ ആയിട്ടുള്ള ബ്രെയിൻ ഭാഗമാണ് അതിനെ നിയന്ത്രിക്കുന്ന കൂടുതൽ കാര്യങ്ങളും. ഇൻവോളണ്ടറി ആയിട്ടുള്ള മസിൽസിനെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേറ്റ അല്ലെങ്കിൽ ഫോൺ ഓഫ് ദി ബ്രെയിൻ, ഫോൺസ് എന്ന ഭാഗമാണ്. എക്സാമ്പിൾ മസിൽസ് ഇൻ ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കില് ആമങ്ങുന്നതൊക്കെ നമ്മുടെ കൺട്രോളിലല്ല, അത് ദഹിപ്പിക്കും. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് നമ്മുടെ കൺട്രോളിലല്ല. അവിടെയാണ് ഒരു ചോദ്യം വരുന്നത്, ഈ ഹാർട്ടിന് റെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? റെസ്റ്റ് കൊടുക്കാൻ പറ്റും, ചെറിയ രീതിയിൽ. അപ്പോൾ ഇടിച്ചുകൊണ്ടിരിക്കണം, പക്ഷെ അതിന് കൂടുതൽ എഫേർട്ട് എടുക്കുക. എഫേർട്ട്ലെസ്ലി റെസ്റ്റ് കൊടുക്കുന്ന രീതിയാണ് അതിന് നമ്മൾ ചൈൽഡ് പോസ് ചെയ്യുന്നത്. ചൈൽഡ് പോസിൽ നമ്മളിങ്ങനെ കിടക്കാൻ നേരത്ത് നല്ല റെസ്റ്റ് കിട്ടും. ചൈൽഡ് പോസിൽ നമുക്ക് റെസ്റ്റ് കിട്ടത്തില്ല, നല്ലതാണ്. ഹാർട്ടിന് നല്ല എന്ത് കിട്ടും? റെസ്റ്റ് കിട്ടും. ഇൻഡസ്റ്റൈന്റെ പ്രവർത്തനം ഇൻവോളണ്ടറി ആണ്. അതുപോലെ അങ്ങനെ ധാരാളം ഓർഗൻ. കണ്ണ് ചിമ്മുന്നത് ഇൻവോളണ്ടറി ആണ്. മൂത്രസഞ്ചിയിൽ ഇത് വന്ന് യൂറിൻ നിറയുന്നത്, പുറത്തു പോകുന്നതൊക്കെ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. ഇനി അടുത്തത്, അപ്പൊ വോളണ്ടറി ഉണ്ട്, ഇൻവോളണ്ടറി ഉണ്ട്. ഇനി അടുത്ത കാർഡിയാക് മസിൽസ് ഉണ്ട്. അത് ഹൃദയത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. അതും ഇറ്റ്സ് മോഷൻ ഈസ് ഇൻവോളണ്ടറി, നമ്മുടെ കൺട്രോളിലല്ല. ഇറ്റ് സ്റ്റാർട്ട്സ് വർക്ക് ഫ്രം ദ ബർത്ത്. ജനനം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് കണ്ടിന്യൂസ് ടു വർക്ക് ടിൽ ഡെത്ത്. മരണം വരെ നമ്മളുടെ കൂടെ. നമ്മളുടെ ജീവിതം സംഗീതമാണ്, ജീവിതത്തിന്റെ താളമാണ് ഹൃദയം. വാട്ട് ഈസ് നെർവ് സിസ്റ്റം? ഹൗ ഡസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ്? എന്താണ് നെർവ് സിസ്റ്റം? നെർവ് സിസ്റ്റം ഈസ് ദ മാസ്റ്റർ കൺട്രോൾ സിസ്റ്റം ഓഫ് ദ ബോഡി. നമ്മളുടെ എല്ലാ മാസ്റ്റർ കൺട്രോളും എവിടെയാണ്? നെർവ് സിസ്റ്റമാണ് ചെയ്യുന്നത്. പ്രാണായാമത്തിലും മറ്റുമൊക്കെ നെർവ് സിസ്റ്റം ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് കൃത്യമായ പ്രാണായാമം ചെയ്യുമ്പോൾ നെർവ് സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ. ബ്രെയിൻ ഉൾക്കൊള്ളുന്നു. ബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്ന പോലും ഇതുകൊണ്ടാണ്. സ്പൈനൽ കോഡ് ആൻഡ് ദ നെർവ്. നെർവുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ക്ലിയർ?
എങ്ങനെയാണ് നെർവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? ദ നെർവ്സ് ഇമ്പൾസ് ഇൻസ്ട്രക്ട് ദ മസിൽ. മസിൽ വന്നിട്ട് മസിലിലേക്ക് നെർവിന്റെ ഇമ്പൾസിനെ കൊടുത്താണ് ചലിപ്പിക്കുന്നത്. വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്നും, ഹൗ ടു റെസ്പോണ്ട് ടു ദ എൻവയോൺമെന്റ്, എങ്ങനെ ചുറ്റുപാടിലേക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നും പറഞ്ഞ നെർവുകൾ ഇങ്ങനെ ഇമ്പൾസ് കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് പ്രവർത്തനം. വാട്ട് ആർ ദ 3 പാർട്സ് ഓഫ് ദി നെർവ് സിസ്റ്റം ദാറ്റ് ഫങ്ഷൻ ടുഗദർ? എക്സ്പ്ലെയിൻ. 3 നെർവ് സിസ്റ്റത്തിന്റെ പാർട്ടുകൾ 3 ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? എക്സ്പ്ലെയിൻ ചെയ്താൽ. നമ്മൾ ഇതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പോവാണ്. ഓക്കെ, അപ്പൊ അതിന് ഷോർട്ട് ആൻസർ ആയിട്ട് വരുമ്പോൾ നമുക്ക് എളുപ്പം എഴുതാൻ പറ്റും. The 3 parts of the nervous system that function together are 1. CNS, Central Nerve System. 2. PNS, Peripheral Nerve System. 3. Last one, ANS, Automatic Nerve System. CNS, PNS, ANS, Central, Peripheral, Automatic. അപ്പോൾ നമുക്ക് CNS നോക്കാം. CNS includes brain and spinal cord. ഇപ്പൊ ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, വിച്ച് അനലൈസ് ദ നെർവ് ഇമ്പൾസസ് ആൻഡ്, അത് എന്തിനൊക്കെ ചെയ്യുന്നു? നെർവ് ഇമ്പൾസുകളെ അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് ഹെൽപ്സ് ദ പേഴ്സൺ വാട്ട് ടു സീ, പേഴ്സൺ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കേൾക്കുന്നു, ഹിയർ, എന്തൊക്കെ സ്മെല്ല് ചെയ്യുന്നു, എന്തൊക്കെ ടേസ്റ്റ് ചെയ്യുന്നു, എന്തൊക്കെ ഫീൽ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് CNS ചെയ്യുന്നത്. സീ, ഗന്ധം, ടേസ്റ്റ്, എന്തൊക്കെ ടച്ച് ചെയ്യുന്നു, എന്തൊക്കെ ഫീൽ ചെയ്യുന്നു, ഇവയൊക്കെയാണ് CNSന്റെ പ്രവർത്തനം. ഇനി പെരിഫറൽ നെർവ് സിസ്റ്റം, PNS, includes carniospinal nerves which carries the nerve impulses from the CNS to the muscles of and glands. കാർണിയോ, അതായത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും ആണ് ഈ മസിൽസിലേക്കുള്ള ഗ്ലാൻഡുകളിൽ നിന്നുള്ള പ്രവർത്തനം. അതായത് ഇതിന് ചുറ്റും ഇങ്ങനെ ഗ്ലാൻഡുകളുണ്ട്, ധാരാളം ഗ്ലാൻഡുകളുണ്ട്. പെട്ടെന്ന് തലച്ചോറിലോട്ട് പോകാതെ പെട്ടെന്നുള്ള ഇമ്പൾസുകൾ കൊടുക്കുക വേഗത്തിൽ, അതാണ് പെരിഫറൽ നെർവ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം. വെറുതെ തലച്ചോറ് വരെ പോയി എന്നൊരു സമയങ്ങളിൽ തന്നെ ഇവിടുന്ന് തന്നെ റെസ്പോൺസ് കൊടുത്തോണ്ടേയിരിക്കും ഗ്ലാൻഡുകളിൽ നിന്നും. ഇനി ഓട്ടോമാറ്റിക് നെർവ് സിസ്റ്റം, ANS, കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻ. ഇൻവോളണ്ടറി ആക്ഷൻ ഒക്കെ അവിടെയാണ്, സച്ച് ആസ് ഹാർട്ട് ബീറ്റ് ആൻഡ് ഡൈജഷൻ. ദഹനം, ഹൃദയമിടിപ്പ് ഒക്കെ ANSന്റെ അണ്ടറിലാണ്, ഓട്ടോമാറ്റിക് നെർവ് സിസ്റ്റത്തിന്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നെർവ് സിസ്റ്റങ്ങൾ നമ്മൾ പഠിച്ചു 3: CNS, PNS, ANS. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് നെർവ് സിസ്റ്റം? എന്തൊക്കെയാണ് ഫങ്ഷനുകൾ നെർവ് സിസ്റ്റത്തിന്റെ? 1. മാസ്റ്റർ കൺട്രോൾ ദ ബോഡി, ബോഡിയെ മുഴുവനായും മാസ്റ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക. സിഗ്നലുകളെ റിസീവ് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. റിസീവിംഗ് ദ സിഗ്നൽസ് ആൻഡ് റെസ്പോണ്ടിങ്. തിങ്കിങ്, ചിന്തിക്കുക. പ്രോസസിങ്, അതിനെ പ്രോസസ് ചെയ്യുക. കാൽക്കുലേറ്റിംഗ്, അതിനെ കണക്ക് കൂട്ടുക. നമ്മൾ അവിടെയാണ് സങ്കല്പത്തിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്നത്. നമ്മൾ ചക്രങ്ങളിലൊക്കെ സങ്കല്പം ചെയ്യുന്നതും സൈക്കിക് എനർജിയെ ഉണർത്തുന്നതും ഒക്കെ ഇവിടെയാണ്. ശരിയാണ്, സങ്കല്പമാണ്. സങ്കല്പം നടക്കുന്ന നെർവിലാണ്. അപ്പൊ നമ്മുടെ നെർവ് സിസ്റ്റമേ മാറുകയാണ്. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള സങ്കല്പങ്ങളെ ഉണ്ടാക്കിയെടുക്കുക. യോഗിക്കായിട്ടുള്ള സങ്കല്പങ്ങളെ ഗുരുമുഖത്തെ ഒന്ന് പഠിച്ചെടുത്ത് അവർ പറഞ്ഞു തരുന്ന കൂട്ട് ചെയ്യുക. നെക്സ്റ്റ്, തിങ്കിങ്, പ്രോസസിങ്, കാൽക്കുലേറ്റിങ്. പിന്നെ റിഫ്ലക്സ് റിയാക്ഷൻ ടു സ്റ്റിമുലൈ. ഇപ്പൊ ഒരു കൊതുക് ഒന്ന് കുത്തുന്നു, അപ്പൊ ഒരു സ്റ്റിമുലൈ ഉണ്ടാകുന്നു, അപ്പൊ അതിനെ ആട്ടി ഓടിക്കാൻ തോന്നും, നമുക്ക് പതുക്കെ തട്ടി മാറ്റാൻ തോന്നും, അതൊക്കെ തട്ടി അങ്ങ് മാറ്റും, അത് പറഞ്ഞു നോക്കുള്ളൂ. പിന്നെ ശല്യപ്പെടുന്നു, തട്ടി മാറ്റുക. അപ്പൊ സ്റ്റിമുലൈ വരുന്നു, തട്ടി മാറ്റാൻ തോന്നുന്നത് ആ സ്റ്റിമുലൈ ആണ്. മെയിൻറ്റെയിനിങ് ബോഡി ഹാർമണി, ബോഡി ഹാർമണിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബോഡിയുടെ ഒരു ഹാർമണി ഉണ്ടല്ലോ, മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവയാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം? ഏതൊക്കെയാണ് ഫങ്ഷനുകൾ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ? എൻഡോക്രൈൻ സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ സെക്രിയേറ്റിംഗ് ഹോർമോൺസ്. ഹോർമോണുകളെ സെക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് കെമിക്കലുകളെ സൃഷ്ടിക്കുന്നു. ആ കെമിക്കൽ ഹോർമോണുകളും കൺട്രോൾസ് ദ സെർട്ടൈൻ ഫങ്ഷൻസ് ഓഫ് ദ ബോഡി മെറ്റാബോളിസം. ബോഡിയുടെ മെറ്റാബോളിസം, ബോഡിയിൽ സെല്ല് ചെയ്യണോ ചുരുങ്ങണോ എല്ലാം തീരുമാനിക്കുന്നതാണ് മെറ്റാബോളിസം. ഗ്രോത്ത്, സെക്ഷൽ ഡെവലപ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ എൻഡോക്രൈൻ സിസ്റ്റമാണ് നടത്തുന്നത്. ബോഡിയുടെ മെറ്റാബോളിസം, ഗ്രോത്ത്, സെക്ഷൽ ഡെവലപ്മെന്റ്. ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഇത് തകരാറാകുമ്പോഴോ ഇത് വരുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിക്ക്. കൂടുതൽ പെൺകുട്ടികളാണ്, അവർക്ക് വണ്ണം വെക്കുന്നു, വണ്ണം കുറയുന്നു, അങ്ങനെയുള്ള അസുഖങ്ങൾ വരാറുണ്ട്.
ചില തൈറോയിഡ് വന്നാൽ അപ്പം മെറ്റാബോളിസോട് കണക്റ്റഡ് ആണ്, അവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. കേട്ടിട്ടുണ്ട്, നിങ്ങൾ നിരീക്ഷിച്ചാൽ മതി. അതും ഈ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ മെയിൻ സാധനങ്ങൾ ഗ്രോത്ത് അവരെ മുരടിക്കും, വലിയ പൊക്കമൊന്നും കിട്ടില്ല. അപ്പൊ മെറ്റാബോളിസം, ഗ്രോത്ത്, സെക്ഷൽ ഡെവലപ്മെന്റ് എന്നിവയാണ് സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് ഏർലി പീരീഡിലെ കുട്ടികളെ യോഗയൊക്കെ ചെയ്യിപ്പിക്കണം. ഒരു 6 വയസ്സിന് ബുദ്ധി ഉറച്ചതിന് ശേഷം. 6 വയസ്സാണ്, അതിന് മുന്നേ ഉപയോഗയാണ്, അതിനുശേഷം യോഗകൾ ചെയ്യിപ്പിച്ചു വരാം. നമുക്ക് ബുദ്ധി ഉറച്ചവർക്ക് ആർക്കും യോഗ ചെയ്യാം, അവരെ യോഗ പയ്യെ ചെയ്യിപ്പിച്ചു വരണം. കുട്ടികളിൽ ഇങ്ങനൊന്നും പ്രശ്നം വരില്ല. ഗ്രോത്ത് കറക്റ്റ് ആയിരിക്കും, മെറ്റബോളിസം കറക്റ്റ് ആയിരിക്കും, അവർക്ക് ഭാവിയിൽ കറക്റ്റ് ആയിട്ട് അവരുടെ എന്താ പറയാ സെക്ഷലി പൊട്ടൻഷ്യൽ ഉള്ളവരായിട്ട് മാറും. നല്ലൊരു കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന തലമുറയായി അവർക്ക് മാറാൻ സാധിക്കും. ക്ലിയർ. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി? ഏറ്റവും വലിയ ഗ്ലാൻഡിന്റെ പേരെന്താണ്? ഏറ്റവും വലിയ കാശ് നൽകുന്ന നമ്മുടെ കേരള സർക്കാരിന്റെ ഗ്ലാൻഡിന്റെ പേരെന്താ? ബിവറേജ്. കേരളമാകുന്നതിന്റെ ഗ്ലാൻഡാണ് മനുഷ്യന്റെ ഗ്ലാൻഡിനെ നശിപ്പിക്കുന്നത്, ലിവറിനെ. അത് കൂടുതൽ കുടിച്ച് ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് ലിവർ നശിച്ചു പോകും. ആ ലിവറാണ് ഏറ്റവും വലിയ ഗ്ലാൻഡ്. ഏറ്റവും വലിയ ഗ്ലാൻഡ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ കെമിക്കൽ ഫാക്ടറിയെ നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. ഓക്കെ, കെമിക്കൽ ഫാക്ടറിയെ, ഏറ്റവും വലിയ ഗ്ലാൻഡിനെ നമ്മൾ ചുമ്മാ കിട്ടിയ ഗ്ലാൻഡിന് ലക്ഷങ്ങൾ വിലയുള്ള സാധനത്തെ വെറുതെ നശിപ്പിച്ച് കളയും. ഇപ്പൊ ഏറ്റവും വലിയ ഗ്ലാൻഡ് ലിവറാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ മെയിൻ ഗ്ലാൻഡ്സ് ഓഫ് ദ ഹ്യൂമൻ ബോഡി? മെയിൻ ഗ്ലാൻഡ് ഏതാണ്? എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ഗ്ലാൻഡ്. ഓരോ ഗ്ലാൻഡിന്റെ ഫംഗ്ഷനും പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇറ്റ് കൺട്രോൾസ് ഓൾ ഗ്ലാൻഡ്സ് ഓഫ് ദ ബോഡി. ഇവനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്? ഇവനാണ് ഏറ്റവും വലിയ മാസ്റ്റർ അല്ലെങ്കിൽ മാഷ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മറ്റുള്ള ഗ്ലാൻഡുകളെയും കൂടെ ഇവൻ കൺട്രോൾ ചെയ്യും. സോ ഇറ്റ് ഈസ് കാൾഡ് മാസ്റ്റർ ഗ്ലാൻഡ്. ഇതാണ് മാസ്റ്റർ, മറ്റു ഗ്ലാൻഡുകളെ നിയന്ത്രിക്കും. ഇറ്റ് സെക്രീറ്റ്സ് മെനി ഹോർമോൺസ്. ഒരുപാട് ഗ്ലാൻഡിനെ നിയന്ത്രിക്കണമെങ്കിൽ ഒരുപാട് ഹോർമോണുകൾ ആവശ്യമാണ്. ക്ലിയർ. ADH, ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ, ADH produced by the master gland controls the water balance in the body. ADH, ആന്റി ഡൈയൂററ്റിക്. യൂറിൽ എന്തുണ്ട്? വെള്ളം ഉണ്ടല്ലേ, അപ്പൊ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ADH. വാട്ടർ ലെവലിനെ കൺട്രോൾ ചെയ്യും. മഴക്കാലത്തും ചൂടുകാലത്തും എങ്ങനെയാണ് വെള്ളം നിയന്ത്രിക്കപ്പെടുന്നു? ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് മനസ്സിലായി ADH ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി തൈറോയിഡ് ഗ്ലാൻഡ്, അത് ഇമ്പോർട്ടന്റ് ഗ്ലാൻഡ്. മത്സ്യാസനം ചെയ്യുമ്പോഴും വളരെ ഗുണമാണ്. ഏറ്റവും കൂടുതൽ സർവാംഗാസനം ചെയ്യുമ്പോൾ ഇതിന് വളരെ ഗുണകരമാണ് തൈറോയിഡ് ഗ്ലാൻഡ്. സിറ്റുവേറ്റഡ് ഇൻ ദ നെക്ക് ജസ്റ്റ് ബിലോ ദ ലാറിങ്സ്. ലാറിങ്സിന് താഴെയായിട്ടാണ് ഏത്? തൈറോയിഡ് ഗ്ലാൻഡ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ലാർജസ്റ്റ് ഗ്ലാൻഡ് ചോദിച്ചാൽ ലിവർ. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ചോദിച്ചാൽ അതിന്റെ പേര് തൈറോയിഡ് ഗ്ലാൻഡ്. ഇതിനെയാണ് പോപ്പുലർലി നോൺ ആസ് ആഡംസ് ആപ്പിൾ. ആഡമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നു. ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഇതാണ് ആഡംസ് ആപ്പിൾ. ആൻഡ് കൺട്രോൾസ് ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. ഇതാണ് ബോഡിയുടെ വളർച്ചയെ കൺട്രോൾ ചെയ്യുന്നത്. ബോഡിയുടെ വളർച്ചയെ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് ഈ തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡിന്റെ കൂടെയുള്ള സാധനം പാരാതൈറോയിഡ്. അതിന് പാരലായിട്ട് തന്നെ, സമാന്തരമായി. ഇറ്റ് കൺട്രോൾസ് ദ കാൽസ്യം ലെവൽ ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ കാൽസ്യം ലെവൽ കൺട്രോൾ ചെയ്യുന്ന പാരാതൈറോയിഡ്. കാൽസ്യത്തെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന വിറ്റാമിന്റെ പേരെന്താ? വിറ്റാമിൻ ഡി. അതിനെയാണ് കാൽസ്യഫെറോൾ എന്ന് വിളിക്കുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്ന് ധാരാളം ലഭിക്കുന്നതാണ്. സൂര്യനെ നമ്മൾ പണ്ട് സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ സൂര്യനെ അഭിമുഖമായിട്ട് ചെയ്യുന്ന ഗുണങ്ങൾ അതൊക്കെയാണ്. ഓക്കെ, അപ്പൊ പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ലെവലിനെ? കാൽസ്യം ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. ഇനി അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സിറ്റുവേറ്റഡ് ഓവർ ദ കിഡ്നി പ്രൊഡ്യൂസ്. അതായത് കിഡ്നിയുടെ മുകളിലായിട്ടൊരു ക്യാപ്പിന്റെ കിഡ്നിയുടെ മുകളിലായിട്ട് കാണപ്പെടുന്നതാണ്. അതിൽ ഉണ്ടാക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അതാണ് റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റിനെ സഹായിക്കുന്നത്. ഹാർട്ട് ബീറ്റ് റേറ്റ് നിയന്ത്രിക്കപ്പെടുന്ന അവിടെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ കിഡ്നിയുടെ മണ്ടരിക്കുന്ന സാധനം എന്തിനാ ഹാർട്ട് ബീറ്റിനെ നിയന്ത്രിക്കേണ്ട ആവശ്യം? ഹൃദയത്തിൽ നിന്നും വരുന്ന രക്തം വെള്ളം കുടിച്ചാൽ നേരിട്ട് പോകുന്ന കിഡ്നിയിലോട്ടാ. കിഡ്നിയിൽ നിന്ന് അരിച്ചിട്ട് പോകുന്നു നേരിട്ട് ഹൃദയത്തിലോട്ടാ. തിരിച്ച് ഹൃദയത്തിൽ നിന്ന് കിഡ്നിയിലോട്ടും പോകുന്നു. എന്തിനാ അങ്ങനെ വെച്ചേക്കുന്നത്? അരിക്കണം, ശുദ്ധമായ ഹൃദയത്തിലോട്ട് പോകണം.
അപ്പൊ ശുദ്ധരക്തം ആ ഹൃദയത്തിൽ ചെന്നിട്ട് അത് എത്രമാത്രം വേഗത്തിൽ പമ്പ് ചെയ്യണം തീരുമാനിക്കുന്നത് ഇവിടുന്നേ തീരുമാനിച്ചിരിക്കുന്നു. നല്ലൊരു സിസ്റ്റമാണ് അല്ലെ? കിഡ്നിനെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ബ്ലഡിന്റെ പ്രഷർ പോലും നിയന്ത്രിക്കുന്ന അവിടെയാണ് നിയന്ത്രണം. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് എമർജൻസി ഹോർമോൺ. ഇവിടെയാണോ എമർജൻസി ഹോർമോൺ? അപ്പം ഹൃദയത്തിലേക്ക് പോകുന്നതിന് മുന്നേ എമർജൻസി ഹോർമോൺ ആഡ് ചെയ്യും. പട്ടിയൊക്കെ കടിക്കാൻ വരുമ്പോൾ പേടിക്കും നമ്മള്. ഇപ്പൊ ഹൃദയത്തിൽ ഹോർമോൺ വരുമ്പോൾ ടപ് ടപ്പം ഹൃദയം ഇടിക്കും, ആഞ്ഞിടിക്കാൻ തുടങ്ങും. ഇപ്പൊ രക്തം എല്ലായിടത്തും പെട്ടെന്ന് ചെല്ലും. അപ്പം നമ്മൾ വേഗത്തിൽ ഓടുമല്ലേ, അപ്പൊ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ട് നമുക്ക് ഓടാൻ നേരത്ത്. നമ്മൾ ക്ഷീണിച്ചോണ്ടിരിക്കുക, പട്ടിയെ കണ്ട് ഓടിക്കൊണ്ടിരിക്കും, അപ്പൊ ക്ഷീണിക്കും. അപ്പൊ ഇതിന് ഹെൽപ്പ് ചെയ്യാം നമ്മളെ. ക്ലിയർ? പാരാതൈറോയ്ഡ്, കാൽസ്യം കൺട്രോള്, അഡ്രീനൽ ഗ്ലാൻഡ് മനസ്സിലാക്കി, എമർജൻസി ഹോർമോൺ. ഇനി തൈമസ് ഗ്ലാൻഡ്. തൈമോസിൻ എന്ന സെക്രീറ്റ്സ് തൈമോസിൻ. ഇതിനെയാണ് ജുവനൈൽ ഹോർമോൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ സൗന്ദര്യത്തിനും ഈ യങ് ആയിട്ടിരിക്കുന്നതിനും കാരണം തൈമോസിനാണ്. ഈ ഗ്ലാൻഡ് പ്രായമാകും തോറും ചുരുങ്ങി ഇല്ലാണ്ടാവും. അപ്പൊ തൈമോസിൻ യുവത്വ ഹോർമോണിന് കാരണം. ക്ലിയർ? നെക്സ്റ്റ് പീനിയൽ ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി കഴിഞ്ഞു, ഇത് പീനിയൽ ഗ്ലാൻഡ്. സിറ്റുവേറ്റഡ് ഇൻ ദ ബ്രെയിനിലാണ് കാണപ്പെടുന്നത്. ആൻഡ് സെക്രീറ്റ്സ് മെലാറ്റോണിൻ. അതാണ് എന്തോ ഒരു ടോൺ ചെയ്യുന്നു. എന്തിനെ ടോൺ ചെയ്യുന്നു? വിച്ച് റെഗുലേറ്റ്സ് ദ സ്ലീപ്പ് പാറ്റേൺ ഓഫ് ദ ബോഡി. ഇന്ന് എല്ലാ ആളുകളും അസുഖത്തിന് കാരണം സ്ലീപ്പ് പാറ്റേൺ ആണ്. കൃത്യം സമയത്ത് ഉറങ്ങാൻ പറ്റാത്തതാണ് എല്ലാത്തിനും കാരണം. കൃത്യമായ ചിട്ടയോട് കൂടി ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും ലൈഫ്. ഓക്കെ. അപ്പോൾ പീനിയൽ ഗ്ലാൻഡ് ഉറക്കത്തെ മെലാറ്റോണിനെ പുറപ്പെടുവിക്കുന്നു. ദിസ് ഗ്ലാൻഡ് ഇസ് കോമൺലി നോൺ ആസ് ബയോളജിക്കൽ ക്ലോക്ക്. ഇതാണ് ബയോളജിക്കൽ ക്ലോക്ക്, പീനിയൽ ഗ്ലാൻഡ്. ഓൾസോ കാൾഡ് തേർഡ് ഐ എന്നറിയപ്പെടുന്ന ഗ്ലാൻഡ് ഏതാണ്? അതാണ് പീനിയൽ ഗ്ലാൻഡ്. തേർഡ് ഐ, മൂന്നാമത്തെ കണ്ണ്. നെക്സ്റ്റ് പാൻക്രിയാസ്. സിറ്റുവേറ്റഡ് ഇൻ ദ അപ്പർ അബ്ഡമൻ. അബ്ഡമന്റെ അപ്പർ ഭാഗത്താണ് കാണപ്പെടുന്നത്. പാൻക്രിയാസ് സ്റ്റിമുലേഷന് പറ്റിയൊരു യോഗാസനമാണേത്? മണ്ഡൂകാസനം. വളരെ നല്ലതാണ്. ഇപ്പം എന്താ പറയാ, ഡയബറ്റീസ് ഒന്നും ഉണ്ടാകില്ല. ഈവൻ സ്ട്രെസ് ആണ് ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉണ്ടാക്കുന്ന ലോകത്ത്. ഭയങ്കര സ്ട്രെസ്. മെഡിറ്റേഷനും യോഗയും ചെയ്താൽ സ്ട്രെസ് ഉണ്ടാവുകയില്ല. അപ്പൊ യോഗ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തൊക്കെ ഹോർമോണുകളാ? ഇൻസുലിനെയും ഗ്ലൂക്കഗോണിനെയും സൊമാറ്റോസ്റ്റാറ്റിനെയും. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ ആൻഡ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്നിവയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ ആൻഡ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഈ പാൻക്രിയാസിൽ ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് അറിയപ്പെടുന്ന സെല്ലുകളുടെ ഒരു കൂട്ടമുണ്ട്. ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിനെയും, ബീറ്റ, ഇൻസുലിൻ, ബി, ഈ കാരത്തിലാണ് തുടങ്ങുന്നത്. ബീറ്റ, ഇൻസുലിൻ, ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ, കൂടാതെ സൊമാറ്റോസ്റ്റാറ്റിൻ, അത് മൊത്തത്തിലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സൊമാറ്റോസ്റ്റാറ്റിൻ. ക്ലിയർ? ഇൻസുലിൻ ആണ് ഷുഗറിനെ കുറയ്ക്കാൻ സഹായിക്കുന്നത്. ഗ്ലൂക്കഗോൺ ഷുഗറിനെ കൂട്ടുന്നു. സെൽസ് ഇൻ ദ പാൻക്രിയാസ് ആർ കോൾഡ് ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ്. ക്ലിയർ? രണ്ട് മെയിൻ ഫങ്ഷൻസ് ആണുള്ളത് ഇതിന്. എന്തൊക്കെയാണ്? ഒന്ന് എക്സോക്രൈൻ ഫങ്ഷൻ. ഈ പാൻക്രിയാസ് ഒരു അത്ഭുതകരമായ ഒരു ഓർഗനാണ്. രണ്ട് ഫങ്ഷൻ ഉണ്ട്. ഒന്ന് എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്, കൂടാതെ ഇൻഡോക്രൈൻ ഗ്ലാൻഡുമാണ്. എൻഡോക്രൈനുമാണ്. എക്സോക്രൈനുമാണ്, എൻഡോക്രൈനുമാണ്. അപ്പൊ ഡൈജഷന് സഹായിക്കുമ്പോൾ അതിനെ എക്സോക്രൈൻ എന്ന് വിളിക്കുന്നു. കൊള്ളാല്ലേ? ഇനി ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കുമ്പോൾ അതിനെ എൻഡോക്രൈൻ എന്ന് പറയും. ഇൻസുലിനും ഗ്ലൂക്കോണും ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? എൻഡോക്രൈൻ. കാരണം അതിൽ നിന്ന് ഹോർമോൺ ഉണ്ടായി. ഡൈജഷനെ സഹായിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് എക്സോക്രൈൻ. അപ്പം രണ്ട് ഫങ്ഷൻ ഉള്ളവരാണ് ആര്? പാൻക്രിയാസ്. പല വേഷമുണ്ട് പാൻക്രിയാസിന്, പല വേഷമുണ്ട്. ഒരു വേഷം എക്സോ, ഒരു വേഷം ഇൻഡോ. ഇനി നമുക്ക് ഓവറി. എന്താണ് ഓവറി എന്ന് പഠിക്കാം. ഓവറി സ്ത്രീകളിലുള്ളതാണ്. ആർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെൽസ്. ഓവറീസ് എന്ന് പറഞ്ഞ സെല്ലുകളാണ്. സിറ്റുവേറ്റഡ് ബിസൈഡ് പിന്നിലായി അല്ലെങ്കിൽ അകത്തായി. യൂട്രസിന് പിന്നിലായിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? അതിനോടൊപ്പം ഉള്ളതാണ് ഓവറി. ആൻഡ് പ്രൊഡ്യൂസ് ഓവത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. ആൻഡ് ഫീമെയിൽ ഹോർമോൺ ഈസ്ട്രജൻ. ഫീമെയിൽ ഹോർമോൺസ് ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം ഓവറീസ് ഈസ്ട്രജൻ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നെക്സ്റ്റ് ടെസ്റ്റിസ്. അത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനുകളാണ് ടെസ്റ്റിസുകൾ.
ഓവറി ഉള്ളിലാണ് കാണപ്പെടുന്നത്, സ്ത്രീയുടെ ഉള്ളിലാണ്. പക്ഷെ ടെസ്റ്റിസ് പുരുഷന് പുറത്താണ് കാണപ്പെടുന്നത് ബോഡിയുടെ. ഒന്ന് ആ ചൂട് കുറയ്ക്കാൻ വേണ്ടിയാണ്. ടെസ്റ്റിസിന് ചൂടടിച്ചാൽ വിഷയമാണ്. ചെറിയ സെല്ലുകൾ അതിനകത്ത് ഉത്പാദിപ്പിക്കും. സിറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി നിയർ അപ്പർ തൈ തുടയുടെ മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടും. ആൻഡ് പ്രൊഡ്യൂസ് സ്പേമുകൾ, കുഞ്ഞ് ഏറ്റവും ചെറിയ സ്പേമാണ്. ഏറ്റവും ചെറിയ സെല്ല് ഏതാ ശരീരത്തിലെ സെല്ല്? സ്പേം. അത് എസ്സിലാണ് തുടങ്ങുന്നത്. സ്മാളസ്റ്റ് സെല്ല് സ്പേംസ് ആൻഡ് ദ മെയിൽ ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര വീര്യമായിരിക്കും. നമ്മുടെ ആൺകുട്ടികളെല്ലാം ഇപ്പൊ പെൺകുട്ടികളെ പോലെ. നിങ്ങൾ നിരീക്ഷിക്കും, നിങ്ങളുടെയൊക്കെ മക്കളെ നിരീക്ഷിച്ച് നോക്കും എല്ലാവരെയും, അടുത്തുള്ളവരെയൊക്കെ. ആൺകുട്ടികൾക്കൊക്കെ പെൺകുട്ടികളുടെ സ്വഭാവം വന്നു. കാരണം അവര് ടെസ്റ്റോസ്റ്റിറോൺ അവർക്ക് കുറവാണ്. പക്ഷെ ആൺകുട്ടികൾ ഇച്ചിരി വളർന്നു കാണേലും പെണ്ണുങ്ങളുടെ കൂട്ട ആ ഒരു പൗരുഷവും വീര്യവും ഒന്നും അവർ കാണിക്കുന്നില്ല. എന്തുകൊണ്ടായിരുന്നു കാരണം? ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറവ്. അവര് സ്പോർട്സിന് പോകുന്നില്ല, എക്സസൈസ് ചെയ്യാൻ താല്പര്യമില്ല, എപ്പോഴും ഗെയിമും ഷൂട്ടിങ്ങും. ഇതിനകത്ത് ഷൂട്ടിങ്ങാണ്, ഗെയിം കളിച്ച് ചുമ്മാ ഇരിക്കുക. അപ്പം ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാകുന്നില്ല. മസിൽസ് വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ കൂടുതലും ഇതിനകത്ത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത്. നല്ല വർക്കൗട്ട് ചെയ്യുമ്പോൾ ബോഡി ഭീമനെ പോലെയൊക്കെ നല്ല ഇത് ചെയ്യണം, കായികാഭ്യാസങ്ങൾ. നെക്സ്റ്റ്, ഹൗ ഡസ് റെസ്പിറേറ്ററി സിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ? ഇനി റെസ്പിറേറ്ററി സിസ്റ്റത്തെ പറ്റി, ശ്വസനത്തെ പറ്റി. നമ്മുടെ ഗ്യാസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ജോലി. ഹ്യൂമൻ ബോഡിയിലെ ഗ്യാസിന്റെ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഇൻഹലേഷൻ ടേക്സ് ഓക്സിജൻ ഇൻ ടു ലങ്സ്. എക്സലേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഔട്ടാക്കുന്നു, പുറത്തേക്ക് വിടുന്നു. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വാട്ട് ഡസ് റെസ്പിറേറ്ററി സിസ്റ്റം ഇൻക്ലൂഡ്സ്? എന്തൊക്കെ ഉണ്ട് അതിനകത്ത്? റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നോസ് ഉണ്ട്, ട്രക്കിയ ഉണ്ട്, ലങ്സ് ഉണ്ട്. 3 എണ്ണം: നോസ്, ട്രക്കിയ, ലങ്സ്. ഇതിന് പിന്നിലാണ് ട്രക്കിയ, ലങ്സ്, ട്രക്കിയ. നെക്സ്റ്റ്, ഹൗ ഡസ് ദ റെസ്പിറേറ്ററി സിസ്റ്റം വർക്ക്? എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നേ? നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, നോസിലൂടെ ഓക്സിജൻ ഉള്ളിലേക്ക് കടന്നു പോകുന്നു, ഒരു ട്യൂബിൽ കൂടെ. ആ ട്യൂബിന്റെ പേര് ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്നു, 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ബ്രോങ്കൽ ട്യൂബ് എന്നായിരുന്നു. 2 ട്യൂബിന്റെ പേര് ബ്രോങ്കൽ ട്യൂബ് അല്ലെങ്കിൽ ബ്രോങ്കിയോളുകൾ എന്ന് വിളിക്കുന്നു. ഓക്സിജൻ അതിൽ കൂടെ പാസ് ചെയ്തിട്ട് ലങ്സിൽ റീച്ച് ചെയ്യുന്നു. അങ്ങനെ ആൽവിയോളയിലോട്ട് എത്തുന്നു. ആൽവിയോളകൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ സെല്ലുകൾ, സാക്കുകളിൽ, സഞ്ചികളിൽ എത്തുന്നു. അതിനടുത്തൂടെ ചെറിയ ലോമികകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്യാപ്പിലറീസ് പോകുന്നുണ്ട്. ബ്ലഡിന്റെ ക്യാപ്പിലറീസ്. ബ്ലഡിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുന്നു, ഇവിടുന്ന് ഓക്സിജൻ അതിനകത്തോട്ട് ജമ്പ് ചെയ്യുന്നു. ആ ബ്ലഡ് പിന്നെ ഒഴുകി ഹൃദയത്തിൽ പോയി ബോഡി മൊത്തം. എന്താണ് ആൽവിയോളെ? ആൽവിയോളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ചെറിയ സാക്കാണ് അല്ലേ. അത് ഓക്സിജനെ അങ്ങോട്ട് വിടുന്നു, ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട്. എന്താണ് പ്ലൂറ എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതാണ് പ്ലൂറ. ലങ്സിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് എന്തോ അത് പ്ലൂറ. കവർ ചെയ്ത് സഹായിക്കുന്നത്, ക്ലിയർ, അല്ലെങ്കിൽ ലങ്സിനുണ്ടെന്ന ഹാമിനെ തടയുന്നത്, അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. വാട്ട് ആർ ദ ഡിസീസസ് അഫക്ട് ദ റെസ്പിറേറ്ററി ട്രാക്ട്? ഏതാണ് അതിന്റെ ബെസ്റ്റ് റെമഡി? എന്താണ്? ന്യൂമോണിയ ഒരു ഉദാഹരണം. ചിലപ്പോൾ എക്സാമ്പിൾ രോഗങ്ങളൊക്കെ ചോദിക്കും. ന്യൂമോണിയ, പ്ലൂറോസിസ്, പ്ലൂറയെ ബാധിക്കുന്നത്, ബ്രോങ്കൈറ്റിസ്, സിലിക്കോസിസ്, പാറമടയിൽ പൊട്ടിക്കാൻ പോകുന്നവർക്ക് ഉണ്ടാകുന്ന, സിലിക്കൺ ആണല്ലോ പാറ ഉണ്ടാക്കുന്നത്, സിലിക്കോസിസ്, പാറമടയിൽ പാറ പൊട്ടിക്കുന്നവർക്ക്, സാർസ്, എക്സെട്ര ആർ ലങ് ഡിസീസസ് അഫക്ട് ദ റെസ്പിറേറ്ററി ട്രാക്ട്. ഇവയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അസുഖം. For proper and healthy functioning of respiratory system, we have to practice pranayama regularly. Pranayama regularly ചെയ്യുന്നവർക്ക് ഈ അസുഖമൊന്നും ഉണ്ടാവില്ല. What is circulatory? And അടുത്ത നെക്സ്റ്റ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പൊ പ്രാണായാമം ചെയ്താൽ നമുക്ക് റെസ്പിറേറ്ററി അസുഖങ്ങളൊക്കെ മാറ്റാം. What is circulatory അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റം? ഇതിനാണ് ബോഡിയുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. രക്തത്തെ പാസ് ചെയ്യാൻ സഹായിക്കുന്നതൊക്കെയാണത്. ഹാർട്ട് പമ്പ് ചെയ്യുന്നു ബ്ലഡിനെ, എന്നിട്ട് വെസലുകൾ റിസീവ് ചെയ്ത് ബോഡിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു. വെസൽസ് ത്രൂ ആർട്ടറീസ് ആൻഡ് വെയിൻസ്. വെസലുകളിൽ കൂടെയും ആർട്ടറികളിലൂടെയും വെയിനുകളിലൂടെയുമാണ് ഇത് കടന്നു പോകുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, ഹൗ ഡസ് ഹാർട്ട് വർക്ക്? എങ്ങനെയാണ് ഹൃദയം വർക്ക് ചെയ്യുന്നത്? When heart pumps blood, അപ്പൊ ഹാർട്ട് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നു. എന്ത് തരം ബ്ലഡിനെ? ഓക്സിജനേറ്റഡ് ബ്ലഡിനെ. അപ്പൊ നമുക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് പമ്പ് ചെയ്യുന്നത്.
അതിനകത്ത് ഓക്സിജൻ ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്. ഓക്സിജനും ന്യൂട്രിയൻസും ഉണ്ട്. അത് എവിടുന്നാണ്? ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട്. അപ്പം ഹൃദയത്തിന്റെ ലെഫ്റ്റ് സൈഡ് നല്ല പ്യുവർ ആയിട്ടുള്ള ഓക്സിജനേറ്റഡ് ആൻഡ് ന്യൂട്രിയൻസ് ഉള്ള ബ്ലഡ് ആണ്. ഗോസ് ടു അയോർട്ട. ഹൃദയത്തിൽ നിന്നും അകന്നു പോകുന്നത് അയോർട്ട. ഹൃദയത്തിലേക്ക് വരുന്നത് വെയിൻ, അകലുന്നത് അയോർട്ട. വരുന്നത് വെയിൻ, വെയിൻ. അകലുന്നത് അയോർട്ട. അകലുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ഒഴുക്കുക. ഹൃദയത്തിൽ നിന്ന് ശുദ്ധമായ രക്തത്തെ ഇടത്ത് വശത്തു നിന്നും അയോർട്ടയിൽ നിന്ന് അങ്ങനെ അകന്നകന്ന് ബോഡിയുടെ എല്ലാ ഭാഗത്തും പോയി ബോഡിയുടെ കാലിന്റെ അറ്റം വരെ പോകും, തല വരെ പോകും. അയോർട്ട. ക്ലിയർ? നെക്സ്റ്റ്, ദ ബിഗ്ഗസ്റ്റ് ആർട്ടറി വിച്ച് ഈസ് ഫർദർ സബ്ഡിവൈഡ്. അങ്ങനെ അയോർട്ടയിൽ പോയി, അയോർട്ടയിൽ നിന്നും ബിഗ്ഗസ്റ്റ് ആർട്ടറിയിൽ ചെന്നു, വലിയ ആർട്ടറിയിൽ ചെന്നു. അത് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ആർട്ടറിയായി അങ്ങനെ ചെറിയ ടിഷ്യൂലും സെല്ലുകളിലും ഒക്കെ എത്തിച്ചേരും. ഇനി അവിടെ നിന്നും ആ ടിഷ്യൂലും സെല്ലിൽ നിന്നുമൊക്കെ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിനെ, ഓക്സിജൻ നഷ്ടപ്പെട്ട കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡിനെ കണ്ടെയ്ൻ ചെയ്ത് ആ വേസ്റ്റ് ആയിട്ടുള്ള ബ്ലഡിനെ ബാക്ക് ടു ദ ഹെർട്ട് ത്രൂ വെയിൻ. ഇപ്പൊ ഹൃദയത്തിലേക്ക് വരുന്നത് വെയിനിലൂടെ, വരുന്നത് ശീതരക്തം. ക്ലിയർ? ഇതാണ് ഫംഗ്ഷൻ. ഇങ്ങനെ നടക്കുന്നത്. എന്താണ് ഇനി ആർട്ടറിയുടെ ഫംഗ്ഷൻ? ആർട്ടറി എന്തിനെയാ ക്യാരി ചെയ്യുന്നത്? ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്, പ്യുവർ ബ്ലഡ്. എന്നാലും ഹൃദയം ചീത്തയെ പമ്പ് ചെയ്യത്തില്ലല്ലോ. ആർട്ടറി ഓക്സിജൻ അടങ്ങിയ ബ്ലഡിനെയാണ്. ഹൃദയത്തിൽ നിന്ന് അകലുന്നതൊക്കെ നല്ല ബ്ലഡാണ്. ഹൃദയത്തിലേക്ക് വരുന്നത് ചീത്ത ബ്ലഡാണ്. എവിടെ നിന്നും? ബോഡിയുടെ എല്ലാ ഭാഗത്തു നിന്നും. പക്ഷെ ഇതിന് ചെറിയൊരു വിരോധാഭാസമുണ്ട്. ഒരു എന്താ പറയാ, ലങ്സിൽ നിന്ന് വരുമ്പോൾ ഏതായിരിക്കും? ചീത്ത രക്തമാണ്. അപ്പൊ നല്ല രക്തമാണ്. നല്ല രക്തമാണ്. ലങ്സിൽ നിന്നും നല്ല രക്തമാണ് ഹൃദയത്തിലേക്ക് വരുന്നത്. സാധാരണ ഹൃദയത്തിലേക്ക് വരുന്നതെല്ലാം ചീത്ത രക്തമാണ് വെയിനിൽ കൂടെ. പക്ഷെ ലങ്സിൽ നിന്നും മാത്രം ഓക്സിജൻ ഉള്ള നല്ല രക്തം ഹൃദയത്തിന്റെ ഇടതുവശത്തേക്ക് വരുന്നു. സാധാരണ വരുന്നതൊക്കെ ചീത്തയാണ്, പക്ഷെ എക്സെപ്ഷണൽ കേസിൽ ലങ്സിൽ നിന്നും വരുന്നത് നല്ലതാണ്. അതുപോലെ ഹൃദയത്തിൽ നിന്ന് പോകുന്നതെല്ലാം നല്ല ബ്ലഡാണ്. അകലുമ്പോഴൊക്കെ നല്ല ബ്ലഡാണ്. ഹൃദയത്തിൽ നിന്നും ലങ്സിലേക്ക് അകന്നു പോകുമ്പോൾ, അങ്ങോട്ട് ബ്ലഡ് ഒഴുകുമ്പോൾ മാത്രം എന്തായിരിക്കും? ചീത്ത രക്തത്തെയാണ് വിടുന്നത്. അത് ഏതാ ചീത്ത രക്തം? കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. അതിനെ അവിടെ ചെന്ന് അതിട്ട് കൺവേർട്ട് ചെയ്യും, ആൽവിയോളെ ഇട്ടിട്ട് ഓക്സിജൻ നിറച്ച് വീണ്ടും ഇടതുവശത്തേക്ക് വരും. ക്ലിയർ? നമുക്ക് നോക്കാം. നെയിം ദ ഓൺലി ആർട്ടറി. അപ്പൊ എല്ലാ ആർട്ടറികളും ഹൃദയത്തിൽ നിന്ന് അകലുകയാണ്. കൂടാതെ നല്ല ബ്ലഡിനെയാണ് വിടുന്നത്. പക്ഷേ ഹൃദയത്തിൽ നിന്നും അകലുന്ന ഒരു ആർട്ടറി മാത്രം ചീത്ത ഇംപ്യൂർ ബ്ലഡിനെ വഹിക്കുന്നു ലങ്സിലേക്ക്. അത് ഏതാണ്? പൾമണറി ആർട്ടറി. പൾമണറി എന്ന വാക്കിനർത്ഥം ആ പി ചേർത്തുള്ള വാക്കുകളെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ട? ഫ്ലൂറ, ലങ്സുമായിട്ട് ബന്ധപ്പെട്ടത്, ലങ്സിനെ പൊതിയുന്നത്. പൾമണറി, ലങ്സിലേക്ക് വരുന്നത്. പൾമണറി ആർട്ടറി, ഹൃദയത്തിൽ നിന്നും ലങ്സിലേക്ക്. പൾമണറി ആർട്ടറി is the only artery which carries impure blood from heart to lungs. പൾമണറി ആർട്ടറി പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി, ആർട്ടറി കുടുംബത്തിലെ ആ തറവാട്ടിലെ ഏറ്റവും പേരുദോഷം ഉണ്ടാക്കിയ ആളാണ് പൾമണറി ആർട്ടറി. അങ്ങോട്ട് ചീത്ത രക്തം ഒഴുക്കി പേരുദോഷം ഉണ്ടാക്കി. വെയിനുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചീത്ത ആളുകളാണ്. എല്ലാ ചീത്ത രക്തത്തെ ഹൃദയത്തിലേക്ക്. പക്ഷെ വെയിനുകളിലെ ചീത്തക്കൂട്ടത്തിൽ നല്ലൊരു വെയിൻ ഉണ്ടായിരുന്നു, പേരെടുത്തൊരു വെയിൻ ഉണ്ടായിരുന്നു, നല്ലവൻ ഉണ്ടായിരുന്നു. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് വെയിൻ? ഫംഗ്ഷൻ എന്താ അതിന്റെ? ഡി ഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ഇംപ്യൂർ ബ്ലഡിനെ ഹൃദയത്തിലെത്തിക്കുക. പക്ഷെ ഒരു വെയിൻ മാത്രം ലങ്സിൽ നിന്നും ഹൃദയത്തിലേക്ക് നല്ല രക്തത്തെ ഒഴുക്കുന്നു. കൂട്ടത്തിൽ ഒരു നല്ലവനാണ്. അവന്റെ പേരെന്താ? പൾമണറി വെയിൻ. ക്ലിയർ? പൾമണറി വെയിൻ. ഇനി ഹൗ മെനി ചേംബേഴ്സ് ആർ ദർ ഇൻ എ ഹ്യൂമൻ ഹാർട്ട്? എത്ര ചേംബർ ഉണ്ട് ഹ്യൂമൻ ഹൃദയത്തിൽ? 4 ചേംബർ മനുഷ്യ ഹൃദയത്തിൽ. അപ്പർ ചേംബറെ വിളിക്കുന്ന പേര് ഓറിക്കിള്. മുകൾ ഭാഗം മുഴുവൻ ഓറിക്കിള്, താഴ്ഭാഗം വെൻട്രിക്കിള്. അപ്പർ മുഴുവൻ, 2 അപ്പറും ഓറിക്കിള്, എ ചേർത്ത്, ABCD എ, താഴെ B ചേർത്ത് വെൻട്രിക്കിൾ. ഇപ്പൊ ഓറിക്കിള് തന്നെ മുകളിൽ തന്നെ 2 ലെഫ്റ്റ് ഓറിക്കിൾ, റൈറ്റ് ഓറിക്കിൾ.
വെൻട്രിക്കിൾ രണ്ടും, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. ക്ലിയർ. ഇനി അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അതായത് അപ്പർ ചേംബർ നോൺ ആസ് റൈറ്റ് ഓറിക്കിൾ. റൈറ്റ് ഓറിക്കിൾ മനസ്സിൽ കണ്ടല്ലോ, റൈറ്റ് സൈഡിൽ മണ്ടക്കത്തെ ഓറിക്കിൾ. അവിടെ എന്തായാലും ചീത്ത രക്തമല്ലേ വരുന്നത്, ചീത്ത രക്തം. ലെഫ്റ്റ് ഓറിക്കിൾ വിച്ച് റിസീവ് ബ്ലഡിനെ റിസീവ് ചെയ്യുന്നു, ലോവർ ചേംബറിലേക്ക് വിടുന്നു, റൈറ്റ് വെൻട്രിക്കിളിലേക്ക്. ഓക്കെ, അങ്ങനെ അതിലൂടെ പോയി അത് പോയി ശുദ്ധീകരിച്ച് തിരിച്ചു വന്ന് ലെഫ്റ്റ് വരും. അങ്ങനെയാണ് അതിന്റെ ഫങ്ഷൻ നടക്കുന്നത്. ഇനി വാട്ട് ഈസ് എ ഡൈജസ്റ്റീവ് സിസ്റ്റം? ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഡൈജസ്റ്റീവ് സിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ദ ഫുഡിനെ ചെറിയ പീസ് ആക്കിയിട്ട് പ്രോട്ടീൻ ആക്കും, വിറ്റാമിൻസ് ആക്കും, മിനറൽ ആക്കുന്നു, അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു, ഫാറ്റ് ആക്കുന്നു, കാർബോഹൈഡ്രേറ്റ് ആക്കുന്നു. അങ്ങനെ ബോഡിക്ക് വേണ്ട എനർജിയും ഗ്രോത്തിനും റിപ്പയറിനും സഹായിക്കുന്നു ഫുഡ് ഡൈജഷൻ. രണ്ട് മെയിൻ ഫങ്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഒന്ന് ഡൈജഷൻ ഓഫ് ഫുഡ് ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ദ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നു. എന്താണ് GIT? ഗാസ്ട്രോ, വാ മുതൽ കുടൽ വരെ, അതാണ് ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. അല്ലെങ്കിൽ എലിമെന്ററി കനാൽ, ALIMENTARY, എലിമെന്ററി കനാൽ വിച്ച് സ്റ്റാർട്ട് ഫ്രം മൗത്ത് ടു ഏനസ്. മൗത്തിൽ നിന്നും ഏനസ് വരെയുള്ള ഭാഗമാണ് GIT. ഇപ്പൊ മൗത്തിൽ നിന്നും ഏനസ് വരെയുള്ള ഭാഗമാണ് എലിമെന്ററി കനാൽ, GIT, ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് വില്ലൈ പ്രസന്റ് ഇൻ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ? വില്ലൈ, VILLI, ചെറിയ വിരല് പോലത്തെ ചെറിയ സാധനങ്ങളാണ്. ചെറുകുടലിനകത്ത് ചെറിയ വിരല് പോലെ കുറെ സാധനമുണ്ട്, കാണാൻ പറ്റില്ല, കുഞ്ഞു സാധനമാണ്. അത് ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നും വേണ്ട ന്യൂട്രിയൻസിനെ വലിച്ചെടുത്ത് നേരിട്ട് ബ്ലഡിലേക്ക് കലർത്തുന്ന ജോലിയാണ് ഇവന്റെ ജോലി. ക്ലിയർ? അപ്പം വേസ്റ്റ് ആയിട്ടുള്ള അൺഡൈജസ്റ്റഡ് സാധനത്തെ ഒന്നും വലിക്കത്തില്ല, അതങ്ങ് പൊക്കോളും, അത് രക്തത്തിലേക്ക് പൊക്കോളും. അങ്ങനെ അത് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും, ഏനസിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും. അപ്പൊ നന്നായിട്ട് ശോധനക്രിയ ചെയ്യുകയാണെങ്കിൽ ഏനൽ ട്രാക്റ്റിൽ ഒന്നും വേസ്റ്റ് അടിഞ്ഞു കൂടത്തില്ല. ഏരണ്ട സമയത്തിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഏനൽ ട്രാക്ട് ക്ലിയർ ആക്കണമെന്നൊക്കെ. ക്ലിയർ ആക്കണം, അല്ലെ വല്ല അസുഖമൊക്കെ ഉണ്ടാവും. ഒരു മനുഷ്യന്റെ തേജസ്സിനും ആയുസിനും കാരണം അയാള് എന്താ പറയാ, മലപേടകമല്ല, അത് തന്നെ കാരണം. മലം, പലതരത്തിലുള്ള മലമുണ്ട്. ഫുഡിന്റെ വേസ്റ്റ് മലമാണ്, ചെവിക്കകത്ത മലമുണ്ട്, കർണമലം, കണ്ണിലുണ്ട്, മൂക്കിലുണ്ട്. എല്ലാ മലങ്ങളും നീക്കം ചെയ്യുമ്പോൾ ഒരു വ്യക്തി അമലമാവും, ശുദ്ധനാവും, അയാൾക്ക് തേജസ് ഉണ്ടാവും. വേസ്റ്റ് അടിഞ്ഞുകൂടിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാനസികമായിട്ട് തളരും, മനസ്സിനെ നേരിട്ട് അഫക്ട് ചെയ്യും. നെക്സ്റ്റ്, ഇനി പഠിക്കുന്ന എക്സ്ക്രിയേറ്ററി സിസ്റ്റം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് എക്സ്ക്രിയേറ്ററി സിസ്റ്റം. യൂറിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ സ്റ്റൂളിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നു. ഇതിനെല്ലാം കളയലാണ് ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ. ബോഡിയിലെ വാട്ടർ ആയിട്ടുള്ള വേസ്റ്റും അതുപോലെ കട്ടിയുള്ള ഖരമായിട്ടുള്ളതും കളയുന്നു. വാട്ട് ആർ ദ ബോഡി പാർട്സ് ഇൻക്ലൂഡഡ് ഇൻ എക്സ്ക്രിയേറ്ററി സിസ്റ്റം? എക്സ്ക്രിയേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയാണ്? സ്വെറ്റ് ഗ്ലാൻഡ്, വിയർപ്പ് ഗ്രന്ഥികൾ, ലിവർ എക്സ്ക്രിയേറ്ററി ആണ്, വളരെ വലിയൊരു ഗ്ലാൻഡ് ആണ്, എക്സ്ക്രിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സ്വെറ്റ് ഗ്ലാൻഡുകള്, ലിവർ, ലങ്സ് ഒരു എക്സ്ക്രിയേറ്ററി സിസ്റ്റം ആണ്. കാർബൺ ഡയോക്സൈഡിനെ കളയുക. കിഡ്നി ഈ ഒരു മെയിൻ സാധനമാണ്. വാട്ട് ആർ ദ 3 സെക്ഷൻസ് ഓഫ് കിഡ്നി? കിഡ്നിയുടെ 3 സെക്ഷനുകൾ ഏതൊക്കെയാണ്? 3 സെക്ഷനാണ് കിഡ്നിയെ തിരിച്ചിരിക്കുന്നത്. 2 കിഡ്നി നമുക്കുണ്ട്. നമുക്ക് കിഡ്നികൾ എത്ര ഉണ്ട്? 2 കിഡ്നികളുണ്ട്. അതിന് 3 സെക്ഷനുകളുണ്ട്. ഒന്ന് റീനൽ കോർട്ടെക്സ്, റീനൽ മെഡുല്ല, റീനൽ പെൽവിസ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ ഇൻ ഹ്യൂമൻ ബോഡി? ഏതൊക്കെയാണ് ടൈപ്പുകൾ? സ്കിന്നിൽ കൂടെ ഉണ്ട്. സ്കിന്നിൽ കൂടെ എന്തൊക്കെയാ പോകുന്നത്? ടോക്സിൻസ് ഇൻ ദ ഫോം ഓഫ് സ്വെറ്റ്, വിയർപ്പിൽ കൂടെ ടോക്സിൻ പോകുന്നു. പിന്നെ ഏനസിലൂടെയുള്ള വേസ്റ്റ്, ഫേസൽ മാറ്റർ, അതായത് സ്റ്റൂൾ ആയിട്ട്, FAECAL, ഫേക്കൽ മാറ്റർ ആയിട്ട് പോകുന്നു. അപ്പം ഏനസ് ഭാഗം ഫേക്കൽ മാറ്റർ. ഇനി ലങ്സ്, കാർബൺ ഡയോക്സൈഡിനെ കളയുന്നത് ലങ്സ് ആണ്. പിന്നെ കിഡ്നിയിൽ നിന്ന് എന്താ? യൂറിനെ പുറന്തള്ളുന്നു. അപ്പൊ എല്ലാത്തരം വേസ്റ്റുകളും പോകണം. അപ്പോൾ
ശുദ്ധമായി തീരും. ശരീരം ശുദ്ധമായി തീരും. സ്കിന്ന്, ഏനസ്, ലങ്സ്, കിഡ്നി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം? റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡക്ഷൻ ഓഫ് സെയിം സ്പീഷീസ്. നമ്മുടെ സെയിം സ്പീഷീസിനെ നിർമ്മിക്കാൻ വേണ്ടി റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിലിനെയും ഫീമെയിലിനെയും ഇവരുടെ സംയോഗത്താൽ ഓഫ്സ്പ്രിങ് ഉണ്ടാവും. എന്തായാലും റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനെപ്പറ്റി ആസനം നിങ്ങൾ അറിയുക, വളരെ നല്ല ആസനമാണ്. ഏത്? ശലഭാസനം വളരെ നല്ലതാണ്. അതുപോലെ സർവാംഗാസനം വളരെ നല്ലതാണ്, വളരെ ഗുണകരമാണ്. ഹൗ ഡസ് എ ഫീറ്റസ് ഡെവലപ്പ്? എങ്ങനെയാണ് കുഞ്ഞ് ഡെവലപ്പ് ആകുന്നത്? അപ്പൊ അതെങ്ങനെയാണ്? മെയിൽ സെമൻ കണ്ടെയ്ൻസ് സ്പേംസ് വിച്ച് പാസസ് ത്രൂ ദ ഫീമെയിൽ സെർവിക്സിലൂടെ കടന്നു പോകുന്നു, ഫെർട്ടിലൈസ് എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു, ഓർ ഓവവുമായിട്ട്, അങ്ങനെ ഫാലോപ്പിൻ ട്യൂബിൽ വെച്ച് ഇത് ഫംഗ്ഷൻ നടക്കുന്നു, ഇത് ഒന്നിച്ചു ചേരുന്നു, അത് വീണ്ടും സഞ്ചരിക്കുന്നു. ദ ഫെർട്ടിലൈസ്ഡ് എഗ് ഗോസ് ഇൻ ടു ദ യൂട്രസിൽ പോയി. അതുകൊണ്ടാണ് നൗളി പോലുള്ള ക്രിയകൾ സ്ത്രീകൾ ചെയ്യരുത്. യൂട്രസിനൊക്കെ ഇടിവുണ്ടാവും, തകരാറുണ്ടാവും. സ്ത്രീകൾ ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയും. ചില ആസനങ്ങൾ ചെയ്യാൻ പാടില്ല. യൂട്രസിൽ പോകുന്നു, വേർ ദ ഫീറ്റസ് ഈസ് ഡെവലപ്ഡ് ഓവർ ദ പീരീഡ് ഓഫ് 9 months. 9 മാസം കൊണ്ട് ഫീറ്റസ് ഡെവലപ്പ് ആകുന്നു. ആ സമയത്ത് അമ്മയുടെ ചിന്ത പോലും സ്വാധീനിക്കും. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റം? എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം? നമ്മൾക്കിലേക്ക് വരുന്നതിനെയൊക്കെ എതിർക്കുന്നതാണ് ഇമ്മ്യൂണിറ്റി. ഇന്ന് നമ്മൾ നമ്മളിലേക്ക് തന്നെ എതിർക്കാൻ തുടങ്ങി, നമ്മുടെ സിസ്റ്റം നമ്മളെ നശിപ്പിക്കാൻ തുടങ്ങി. അതാണ് ക്യാൻസർ. കാരണം എന്താ? നമ്മുടെ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സത്യത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ആത്മസ്വരൂപമാണെന്ന സത്യമാണ്. അത് ഇങ്ങനെ വാക്കുകൊണ്ട് സംസ്കൃതി പറയേണ്ട ആവശ്യമില്ല. ഈ ആത്മാവിന് നിലനിൽക്കാൻ വേണ്ടിയാണ് ഇതിന് പുറത്ത് ആനന്ദമയ കോശം, വിജ്ഞാനമയ കോശം, പ്രാണമയ കോശം, അങ്ങനെ മനോമയ കോശം, പ്രാണമയ കോശം, അന്നമയ കോശം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം ആർജിച്ചെടുക്കുന്ന ഈ സത്യത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പൊ സത്യത്തെ നിലനിർത്താൻ വേണ്ടുന്നത് എന്തോ അത് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ സ്വഭാവം സത്യത്തെ നിലനിർത്തുന്നതാണ്. നമ്മൾ കള്ളം പറയുമ്പോഴും ഒക്കെ എന്തിനാ ബാധിക്കുന്നത്? നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് എതിരെ നമ്മൾ ചെയ്യുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം ചിന്താഗതിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. ഫിസിക്കലി പറഞ്ഞ ബാക്ടീരിയ അല്ലെങ്കിൽ ജെംസ്, വൈറസിനെയൊക്കെ എതിർക്കുന്നതാണ് ഇമ്മ്യൂൺ സിസ്റ്റം. പ്രൊട്ടക്ട് ചെയ്യുന്നു. വിച്ച് സെൽസ് ആർ ഓൾവേസ് ഫൈറ്റിംഗ് ഫോർ അസ് അഗൈൻസ്റ്റ് ഡിസീസ് കോസിംഗ് ജെം? WBC ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. WBC ആണ് ബാക്ടീരിയ മറ്റും നശിപ്പിക്കുന്നത്. ദിസ് സിസ്റ്റം ഈസ് ഓൾവേസ് ഫൈറ്റിംഗ് ഫോർ ഗുഡ് ഹെൽത്ത് അഗൈൻസ്റ്റ് ദ ഡിസീസ്. ഡിസീസിനെതിരെ എതിർക്കുന്നു, ജെംസിനെ കൊന്നു കളയുന്നു. ഇറ്റ് ബിക്കംസ് വീക്ക്, ഡിസീസ് മേ ബി ഒക്കേർഡ്. WBC വീക്ക് ആയി കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റമേ വീക്കായി പോകും, നമുക്ക് അസുഖം ഉണ്ടാവും. നെക്സ്റ്റ്, ഇൻഡിഗുമെന്ററി സിസ്റ്റം. ഇൻഡിഗുമെന്ററി സിസ്റ്റം എന്താണ്? ഇൻഡിഗുമെന്ററി സിസ്റ്റം കണ്ടെയ്ൻസ് സ്കിൻ. അതാണ് സ്കിൻ എന്ന് പറയുന്ന സാധനം. ഇൻഡിഗുമെന്ററി സിസ്റ്റം, INTEGUMENTARY. ഇൻഡിഗുമെന്ററി സിസ്റ്റത്തിൽ വരുന്ന ഒന്ന് സ്കിന്ന്, സ്വെറ്റ് ഗ്ലാൻഡ്, വിയർപ്പ് ഗ്രന്ഥി, ഹെയർ, നെയിൽ, നഖം, സ്കെയിൽസ്, സ്കെയിലുകൾ, ആൻഡ് ഫെദർ. നമ്മളിൽ സ്കെയിലില്ല, ഫെദറും ഇല്ല, അത് മറ്റ് ജീവികളാണുള്ളത്. എക്സെട്ര വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊട്ടക്ടിങ് ദ ബോഡി ഫ്രം ദ വേരിയസ് ഡാമേജ്. പിന്നെ ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നു. എന്തിനാ ഫാറ്റ് അഡിപ്പോസ് ടിഷ്യൂ സ്കിന്നിനടി സ്റ്റോർ ചെയ്യുന്നത്? കാരണം ഫാറ്റ് ചൂടിനെ കടത്തിവിടുന്നില്ല. അത് കൊള്ളാലോ, അതിന് ഗുണമുണ്ട്. ജീവന്റെ നിലനിൽപ്പ് ചൂടാണ്. തണുപ്പ് സ്ഥലത്ത് പോകുമ്പോൾ പട്ടാളക്കാരാണേലും അങ്ങനെ നല്ല നല്ല ടീമുകൾക്ക് എന്താണ്, സിയാച്ചിനാണല്ലോ ഏറ്റവും വലിയ വാർ ഫീൽഡ് ലോകത്തിലെ. അവിടെ എന്താ നമ്മുടെ പട്ടാളക്കാർ മരിച്ചു പോകാത്തെ? അവരുടെ സ്കിന്നിൽ ഫാറ്റ് ഉണ്ട്, അവരുടെ മനസ്സിൽ ധീരതയുമുണ്ട്, രാജ്യസ്നേഹവുമുണ്ട്, അവരുടെ സ്കിന്നിനടിയിൽ ഫാറ്റുമുണ്ട്. ഈ ഫാറ്റ് അവരുടെ ഉള്ളിലുള്ള ചൂടിനെ കടത്തിവിടുന്നില്ല. ഫാറ്റിന്റെ ഒരു പൊതി തന്നെ അവർക്കുണ്ട്. ഫാറ്റ് ചൂടിനെ അകത്ത് തന്നെ തങ്ങി നിർത്താൻ ബ്ലാങ്കറ്റ് ആയിട്ട് ആക്ട്. ക്ലിയർ? നെക്സ്റ്റ്, അപ്പൊ അങ്ങനെ വിറ്റാമിനുകളെ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന സ്ഥലങ്ങളാണ് ഏതൊക്കെ? ഇപ്പം ഡാമേജിൽ നിന്ന് രക്ഷിക്കുന്നു, വിറ്റാമിനും ഫാറ്റിനെ സ്റ്റോർ ചെയ്യുന്നു, ഹോർമോൺസിനെ സ്റ്റോർ ചെയ്യുന്നു, ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. ഡീഹൈഡ്രേഷൻ വെള്ളം നഷ്ടപ്പെടുന്നത് തടയുന്നു. ഏതൊക്കെയാണ് സെൻസറി ഓർഗനുകൾ? ഏതൊക്കെയാണ് സെൻസറി ഓർഗനുകൾ? ഐ, ഇയർ, നോസ്, ടങ്, സ്കിന്ന്. റിസീവ് സ്റ്റിമുലസ് ആൻഡ് ഗീവ് സെൻസേഷൻ ആർ സെൻസർ. ഇത് സ്റ്റിമുലകളെ ഉണ്ടാക്കുന്നു, സെൻസ് ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിന്റെ സ്റ്റിമുലസ് എന്ന് നോക്കാം. ഇനി ഐസ് ഫോർ സൈറ്റ്, ഐസ് കാണാൻ വേണ്ടിയാണ്. അവിടെ സ്റ്റിമുലയുടെ പേരെന്താ? ലൈറ്റ് അല്ലേ സ്റ്റിമുലൈ. നെക്സ്റ്റ്, ഇയർ എന്താണ്? ഹിയർ കേൾക്കാൻ അറിയാം.
ആൻഡ് സ്റ്റിമുലൈ സൗണ്ട്. നോസിൽ സ്മെല്ല്, സ്റ്റിമുലൈ കെമിക്കൽസ്. കെമിക്കൽ എന്ന് പറയുമ്പം പൃഥ്വിരൂപങ്ങൾ അല്ലെ, സോളിഡ് ആയിട്ടുള്ള ചെറിയ തരികൾ. ടങ് ഫോർ ടേസ്റ്റ്, അത് കെമിക്കൽസ് ആണ്, അത് ലിക്വിഡ് രൂപത്തിലുള്ളതായിരിക്കും കൂടുതൽ. ടങ്ങിന് തുല്യമാണ് ജെനിറ്റൈല്. സ്കിന്ന് ഫോർ ടച്ച്, സ്റ്റിമുലൈ. സ്കിൻ എന്തിനു വേണ്ടിയാ? ടച്ച്, സ്റ്റിമുലൈ. പെയിന്, കോൾഡ്, ഹീറ്റ്, പ്രഷർ എന്നിവ അറിയുന്നത് സ്കിന്നിലൂടെയാണ്. ഹൗ ആർ പെരിഫറൽ നെർവ് സിസ്റ്റം ഡിവൈഡഡ്? സ്റ്റേറ്റ് ദെയർ ഫംഗ്ഷൻ. എന്താണ് പെരിഫറൽ നെർവ് സിസ്റ്റം? PNS തന്നെ രണ്ട് തരത്തിൽ. SNS സൊമാറ്റിക് നെർവ് സിസ്റ്റം, ANS ഓട്ടോണോമിക് നെർവ് സിസ്റ്റം. PNS രണ്ട് തരത്തിലുണ്ട്, SNSഉം ANSഉം. സ്കെലറ്റൽ മസിൽസ് ആർ കൺട്രോൾഡ് ബൈ, സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ബോഡിയുമായി ബന്ധപ്പെട്ടാണ്, ബോഡി നേരിട്ടുള്ളത്. അപ്പം സ്കെലറ്റലിനെ SNS, സ്കെലറ്റിന്റെ എസ്സിലുണ്ട്, SNSന്റെ S. പിന്നെ കാർഡിയാക്ക് സ്മൂത്ത് മസിൽ, ഇതൊക്കെ അല്ലേ ഓട്ടോമാറ്റിക് അല്ലേ, ഓട്ടോണോമിക് ANS. കാർഡിയാക്കും സ്മൂത്ത് മസിൽ എന്ന് പറയുമ്പം നമ്മളുടെ സ്മൂത്ത് മസിലാണ് ANSന്റെ ഭാഗത്തുള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെയുള്ളത് മൂത്രസഞ്ചി അങ്ങനെയുള്ള ഭാഗങ്ങൾ സ്മൂത്ത് മസിലാണ്. തന്നെത്താനെ നിറയും അടയും അങ്ങനെയൊക്കെ ചെയ്തോളൂ. ക്ലിയർ. നെക്സ്റ്റ്, ഇനി കണ്ണിനെ പറ്റി നമുക്കറിയാം. കണ്ണ് നേത്ര കോടരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇതിനകത്തിരിക്കുന്നു. കണ്ണിന് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതിൽ രണ്ട് തരം സെല്ലുണ്ട്, കോൺ സെല്ലുകളും റോഡ് സെല്ലുകളും. കോണിന്റെ സീലുണ്ട് കളർ എന്നുള്ള സ്പെല്ലിങ്, കളറ് കാണാൻ സഹായിക്കുന്ന കോൺ സെല്ല്. റോഡിൽ കൂടെ പോയി എന്തൊക്കെ നിറങ്ങൾ കാണാം? റോഡിൽ എന്തൊക്കെ നിറമുണ്ട്? ടാറിട്ട കറുപ്പ് നിറവും വെള്ള നിറവും അല്ലെ വരച്ച്, ബ്ലാക്കും വൈറ്റും. അപ്പൊ ബ്ലാക്കും വൈറ്റും കാണാൻ സഹായിക്കുന്ന റോഡ് കോശങ്ങൾ. കോൺ കോശത്തിന്റെ സീലുണ്ട് കളറിന്റെ സി, കളേഴ്സ് കാണാൻ സഹായിക്കും. റോഡിന്റെ ഒരു സാധനമാണ് റോഡോപ്സിൻ. കോണിന്റെയോ അയോഡോപ്സിൻ. കോണോപ്സിൻ അല്ല, അയോഡോപ്സിൻ. അതാണ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ. പിന്നെ കണ്ണിലെ ബൈഫോക്കൽ ലെൻസ് ഉണ്ട്, അത് ബൈഫോക്കൽ കോൺവെക്സ് ലെൻസ് ആണ്. അത് ഉള്ളിലൂടെ കടത്തിവിട്ട് വെളിച്ചം പോയി അകത്ത് ചെന്ന് റെറ്റിന ഇടിക്കുന്നു. അവിടെയാണ് യെല്ലോ സ്പോട്ട് ഉണ്ട്. അവിടെ കൂടുതൽ നെർവ്സ് ഉള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നു. എന്നാൽ അതിന് തൊട്ട് താഴെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്, അവിടെ ഒന്നും കാണാൻ പറ്റില്ല. അവിടെ നെർവ് സെന്റർ സ്റ്റാർട്ട് ചെയ്ത് ബ്രെയിനിലോട്ട് പോകുന്നുണ്ട്, അവിടെ ഒന്നും കാണാൻ. ഇപ്പൊ ലൈറ്റ് വീഴുന്നത് യെല്ലോ സ്പോട്ടിലാണെങ്കിൽ നന്നായി കാണാം. അപ്പൊ അടുത്ത് വെച്ച് വായിക്കുന്നതൊക്കെ യെല്ലോ സ്പോട്ടാണ്. ക്ലിയർ. ഓക്കെ. ഹൂ കാറ്റഗറൈസ്ഡ് 5 സെൻസ് ഓർഗൻ? ആരാണ് 5 സെൻസ് ഓർഗനുകളെ കാറ്റഗറൈസ് ചെയ്തത്? അരിസ്റ്റോട്ടിൽ, BC 384-ലും 382-ലും. നെക്സ്റ്റ്, അപ്പൊ 384-82-ലാണ് അരിസ്റ്റോട്ടിലാണ് 5 സെൻസുകളെ വേർതിരിച്ചത്. എന്തൊക്കെയാ? സൈറ്റ്, സ്മെല്ല്, ടേസ്റ്റ്, ടച്ച്, ഹിയറിംഗ്. വിച്ച് ഹെൽപ് ദ സ്നേക്ക് ഹണ്ട് ഇൻ ഡാർക്ക്നെസ്? സ്നേക്കിന് ഡാർക്കിൽ, രാത്രിയിൽ ഹണ്ട് ചെയ്യാൻ എന്താ സഹായിക്കുന്നതിന്? അതിന് സ്പെഷ്യൽ ഇൻഫ്രാറെഡ് സെൻസ് ഓർഗനുകളുണ്ട്. അത് ഡാർക്ക്നെസ്സിൽ അതിനെ കാണാൻ സഹായിക്കുന്നു. അത് ഹീറ്റ് വെച്ചിട്ടാണ് വസ്തുക്കളെ കാണുന്നത്, ഹീറ്റ് വെച്ചിട്ട്. ഡാഷ് ഹാവ് എ ഹയർ ഡെൻസിറ്റി ഓഫ് ലൈറ്റ് സെൻസിങ് സെൽസ്? ഏറ്റവും കൂടുതൽ ലൈറ്റ് സെൻസിങ് ഡെൻസിറ്റി ഉള്ളത് ഏത് ജീവിക്കുക? ബേർഡുകൾക്ക്. ഹ്യൂമൻ ബീങ്ങിനേക്കാളും ഭയങ്കരമാണ്. മൂങ്ങയൊക്കെ രാത്രി കാണാം, ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ടച്ച് ഏറ്റവും കൂടുതൽ ഏതിനാ? ആനയ്ക്ക്. വളരെ ഇതാണ്. സ്മെല്ല് ഏറ്റവും കൂടുതൽ സ്രാവിന്, അതുപോലെ നായ്ക്കൾക്ക്. എന്താണ് ഡാൾട്ടനിസം? വർണ്ണാന്തത എന്ന് പറയും. നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തത്. പച്ചയും ചുമല നിറവും, ഈ രണ്ടു കൂട്ടരെയും കാണാൻ പറ്റില്ല. അപ്പൊ ഏതിനെയൊക്കെയാണ്? അതാണ് ഡാൾട്ടനിസം എന്ന് പറയുന്നത്. ആ കളറ് ജന്മന തന്നെ കാണാൻ പറ്റില്ല, കളറുകൾ മെയിൻ ആയിട്ടും. അതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റില്ല. ആദ്യമായി ഡാൾട്ടൺ ആണ് തിരിച്ചറിഞ്ഞത്. അതാണ് ഡാൾട്ടനിസം അല്ലെങ്കിൽ വർണ്ണാന്തത, കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. നെയിം ദ ബോൺസ് പ്രസന്റ് ഇൻ ദ ഇന്നർ ഇയർ കാൾഡ് കോക്ലിയ? കോക്ലിയ അകത്തോട്ട് പോകുമ്പോഴുള്ള ബോണുകളുടെ പേരുണ്ട്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നിവയാണ്. അത് ഇന്നർ ഇയറിലാണ് കാണപ്പെടുന്നത്, മിഡിൽ അല്ല, ഇന്നർ ഇയറിൽ. നെക്സ്റ്റ്, വാട്ട് ആർ ദ 4 ബേസിക് ടേസ്റ്റസ് ഓഫ് ദ ഹ്യൂമൻ ബീങ്? 4 ടേസ്റ്റുകൾ ഏതൊക്കെയാണ്? സാൾട്ടി, സ്വീറ്റ്, ബിറ്റർ ആൻഡ് സോർ എന്നിവയാണ് ടേസ്റ്റുകൾ. 4 ടേസ്റ്റുകൾ. എന്താണ് ഉമാമി എന്ന് പറയുന്നത്? ഉമാമി എന്ന് പറഞ്ഞാൽ 5ാമത്തെ ടേസ്റ്റ് ആണ്. അപ്പൊ 4 ടേസ്റ്റില് 5ാമത്തെ ടേസ്റ്റ് വരെ ഉമാമി. അമിനോ ആസിഡുകളെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ടേസ്റ്റ് ആണ് ഉമാമി, അമിനോ ആസിഡിന്റെ ടേസ്റ്റ്. വിച്ച് ഇസ് എ ടേസ്റ്റ് ബഡ് സ്വീറ്റ് ആൻഡ് സോർ ലൊക്കേറ്റഡ്? സ്വീറ്റ് എവിടാ? അപ്പം മധുരം നാവിന്റെ തുമ്പില്. സോർ എവിടെയാണ്? ടിപ്പിലാണ് സ്വീറ്റ് ഇരിക്കുന്നത്. സോർ ടേസ്റ്റ് ബഡ് ബാക്ക് ഓഫ് ദി ലെങ്.
സ്വർ ബാക്കിലാണ്, ലെങ്ങിന്റെ ബാക്കിലാണ്. ഇനി സ്മെല്ലുമായി ബന്ധപ്പെട്ട ഒരു നെർവ് സിസ്റ്റത്തിന്റെ പേരാണ് ഓൾ ഫാക്ടറി നെർവ് സിസ്റ്റം. ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഓൾ ഫാക്ടറി. ബ്രെയിനിലെ ഓൾ ഫാക്ടറി നെർവ് സിസ്റ്റം ആണ് സ്മെല്ലിനെ പറ്റിയുള്ള അറിവുണ്ടാക്കി നൽകുന്നത്, അനുഭവം ഉണ്ടാക്കി. നോസിലെ ഏത് ഓർഗനാണ് അല്ലെങ്കിൽ എന്താണ് ബീങ് സെൻസിറ്റീവ് ടു ദ ഫിനോമിനൻസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ? റീപ്രൊഡക്റ്റീവ് സൈക്കിളുമായി ബന്ധപ്പെട്ടത്. നെയിം ദ ഓർഗൻ ഇൻ ദ നോസ് സസ്പെക്ടഡ് ഓഫ് ബീങ് സെൻസിറ്റീവ് ടു ഫിറോമോൺസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ. ഫിറോമോൺസ് ഉണ്ട്. ഈവൻ നമ്മളുടെ ശരീരത്തിൽ പോലും ഫിറോമോണിന്റെ അംശമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കാണണമെന്നൊന്നുമില്ല. അവരടുത്തൂടെ പോകുമ്പോൾ അവരുടെ ഗന്ധം കൊണ്ട് തന്നെ അട്രാക്ഷൻ ഉണ്ടാവും. ജീവികൾ അതിന്റെ ഇണയെ ആകർഷിക്കുന്ന ഫിറോമോണിന്റെ ഗന്ധം വെച്ചിട്ടാണ്. അപ്പൊ ആ ഒരു ഓർഗന്റെ പേരാണ് വൊമിറോനേസൽ. VOMERONASAL. 5 സെൻസുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ എന്താണ്? വാട്ട് ആർ ദ തിങ്സ് ബിയോണ്ട് ദ 5 സെൻസ് ഓർഗൻ? പലർക്കും അറിയത്തില്ല. 5 സെൻസിനപ്പുറം ഒന്നുമില്ലെന്നാ പലരും പറയുന്നത്. 5 സെൻസുകൾക്ക് അപ്പുറമുണ്ട്. അവയർനെസ് ഓഫ് ബാലൻസ്, അതൊരു അനുഭവമാണ്. സെൻസുകൾക്ക് അപ്പുറമാണ് അവയർനെസ് ഓഫ് ബാലൻസ്. ഇക്വിലിബ്രിയോസെപ്ഷൻ എന്ന് പറയും. ഇക്വിലിബ്രിയോസെപ്ഷൻ. പ്രഷർ എന്ന അനുഭവം. ടെമ്പറേച്ചർ എന്ന അനുഭവം. തെർമോസെപ്ഷൻ. പെയിൻ, നോസിസെപ്ഷൻ. NOCICEPTION. മോഷൻ, ചലനം. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ, ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 5 സെൻസുകൾക്ക് അപ്പുറമുള്ള അനുഭവം എന്താണ്? അവയർനെസ് ഓഫ് ബാലൻസ്, പ്രഷർ, ടെമ്പറേച്ചർ, പെയിൻ, മോഷൻ എന്നിവയാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.